അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് أشهد أن محمدا رسول الله أشهد أن محمدا رسول الله هيا للسلام هيا أيها الفلاح أيها الفلاح الصلاة خير من النوم الصلاة خير من النوم الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر سمع الله لمن حمده الله أكبر 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 अस्सलामु अलैकुम व रहमतुल्लाह अस्सलामु अलैकुम व रहमतुल्लाह अल्लाह ഇപ്പോരാ നേരെ ഉച്ചയായാലും ചായന്റെ വെള്ളം ചൂടാവില്ല ഇവിടെ. ഇത്തൈമ സുബേ ബാങ്ക് വിളിച്ചിട്ട് മണിക്കൂർ എത്ര കഴിഞ്ഞ്? നീ ചായ ആയില്ലേ? പൊടി ഇട്ടാ മതി. ചായ ഇട്ടാ ഞാൻ ആ പെമ്പറന്നോള് കിടന്നോടത്തുനിന്ന് അനങ്ങൂല. ഷക്കീലത്താ ഷക്കീലത്താ ഇത്തരം മുറിയിൽ എന്തൊരു തണുപ്പാ. എങ്ങനെ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുക? ആ AC ഒന്ന് ഓഫാക്കിക്ക്. വില്ലിൽ കുത്തി അരി കൊണ്ട് ചീരാക്കഞ്ഞി വെച്ചാ മൂപ്പർക്ക് പിടിക്കൂല. സൗദി അറേബ്യയിലെ ഭക്ഷണ സാധനങ്ങൾ തിന്നും കുടിച്ചും ജീവിച്ചതല്ലേ. അരി നല്ലോണം ചെറുതായിക്കോട്ടെ. ആചാര്യ ഇപ്രാവശ്യം വരുമ്പോ എന്റെ കോയമോന്റെ കാര്യം നിങ്ങൾ മൂപ്പരോട് ഒന്ന് പറയണം. പണ്ടത്തെ കാലം ഒന്നുമല്ല നബീസ.
അറബി നാട്ടിൽ പോയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്നാ കേക്കണേ. 10ാം ക്ലാസ് തോറ്റെങ്കിലും ഓൻ ടൈപ്പടി പാസ്സായതാ. നാളെ അറേബ്യൻ വിമാനം കയറി ബോംബെയിൽ ഒന്ന് ഇറങ്ങുന്ന കത്തില്. ബോംബെന്ന് മറ്റന്നാൾ ഉച്ചയ്ക്ക് മൂപ്പര് ഇവിടെ എത്തും. വരട്ടെ, എന്റെ കോയന്റെ കാര്യം ഇപ്രാവശ്യമെങ്കിലും പറഞ്ഞ് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇക്കൊക്കെ വരുന്നുണ്ടാ? എന്തേ വരാൻ പാടില്ലേ? ആ, മില്ലി കൊണ്ടുപോയി പൊടിക്കാനുള്ള മല്ലി മുളവായത്. അവിടെ തിരക്കാവണതിന് മുമ്പ് അതിങ്ങി പൊടിച്ചോണ്ട് പോരും. മറ്റന്നാള് എന്റെ ഇക്കൊക്കെ എപ്പോഴാ വരിക? ഉച്ചക്ക്. ആ പിന്നെ നമ്മുടെ മെമ്പർ കുട്ടിമൂസ സാഹിബിനെ കണ്ട് ഒന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരാൻ പറയണം. അയാൾക്ക് 100 കൂട്ടം പണി കാണും. ഒരേന്ന് ഇറങ്ങിയാ പിന്നെ അയാളെ കണ്ടു കിട്ടൂല. വേഗം ചെല്ല്. നമ്മൾ ഇക്കാക്ക് വന്ന് വരും, മെമ്പറോട് പറയണ്ടേ? പറയണ ഒന്ന് കേക്ക് എന്റെ അബ്ദുവേ. സക്കീര, അങ്ങാടിന്നൊന്നും ഭാഗം വേണ്ട. ഓ, വേണ്ടെങ്കിൽ വേണ്ട. അടിമുട്ടി 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 അറിഞ്ഞ? അറിഞ്ഞില്ല. എന്തായി? എന്റിക്കാക്ക് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, മറ്റന്നാളെത്തും. ഇതാ ഇപ്പൊ കാര്യം. ആചാരം അപ്പളെ കൊല്ലത്തോട് കൊല്ലം പറഞ്ഞല്ലേ, അതിലെന്താ അത്ര ഭൂമ? എന്നാ പുതുമയുള്ളൊരു കാര്യം പറയട്ടെ. പറയേ. ആ, അടിമുട്ടിന്റെ തെങ്ങിന്ന് വീഴും, തല പോവും. ഇത്താത്ത പറഞ്ഞയച്ചാ. എന്തിനിങ്ങനെ വെല്ലടിച്ച് പഠിക്കാനോ? അല്ല, വേറെ വിവരം പറയാൻ വേണ്ടി. എത്രക്ക് വിവരം സ്റ്റോക്ക് ഉണ്ട് എന്റെ അടുത്ത്? പഞ്ചായത്ത് മുഴുവൻ നടന്ന് പറയാന്. ചേടാ, കുരുത്തക്കന്ന് കൈയും കാലും വെക്കാന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നാല് അതാണിക്ക് ചിലത്തല്ല. എന്റിക്കൊക്കെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് മറ്റന്നാള്. ഇത്രേ ഉള്ളൂ. ഈ വിവരം ഞാൻ അറിഞ്ഞിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ടോ. ഒന്നങ്ങട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങട്ട്? ഗൾഫിലേക്കോ? അയ്യേ അല്ല, വീട്ടിലേക്ക്. ഓ, ഞാൻ നേതാലും ഒന്ന് അങ്ങോട്ട് ഇറങ്ങണമെന്ന് കരുതിയതാ. അതിന് അവൽ സുബയ്ക്ക് അന്ന് ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടിയിരുന്നോ? അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാ. ആ, അല്ല മന്ത്രേ, പോണ്ടേ? വൈകിയ കളക്ടർ പോവും. ആയിക്കോട്ടെ മോനെ, തേച്ചതൊന്ന് പിടിച്ചോട്ടെ. ഏത് മന്ത്രിക്കും കളക്ടർക്കും അറിയാം ഡൈ തേച്ചാ പിടിക്കാൻ അരമണിക്കൂർ വേണമെന്ന്. ഇതിപ്പോ കളക്ടർ അല്ല, മന്ത്രി ആയാലും ശരി, പഞ്ചായത്ത് മെമ്പർ കുട്ടി മൂസ വരച്ച വരന്റെ അപ്പുറം പോവില്ല. നിങ്ങളെ കാര്യം ഒന്ന് റെഡി. ഞാൻ ഇതാ വരുന്നേ. ഞാൻ പോട്ടെ എന്നാല്. വേണ്ട, ഇവിടെ കയറി കിടന്നോ, ഞാൻ ഒരു പായ വിട്ടരാ. ഞാൻ പോയിക്കോളാം. ആരാത്? അബ്ദു വാവാ. നേരെ എത്രയായി? ഇതുവരെ പോയില്ലേ? ക്ലാസ് തുടങ്ങാൻ ഒരു സമയമൊക്കെ ഇല്ലേ അബ്ദുക്ക? വാ അബ്ദു, ഇരിക്കെ. ഇക്കാനെ ഈ വഴിക്ക് കണ്ടിട്ട് കുറെ ആയല്ലോ. ഒഴിവില്ല, ഓരോരോ പണികളായിട്ട്. ആ നസീമ, ബാപ്പ വന്നിട്ടുണ്ട്. ആ വിവരം പറയാൻ വന്നാ. എന്നാ? നാളെ ഉച്ചയ്ക്ക് വിമാനത്തില് ബോംബെയിൽ വരും, മറ്റന്നാ ഇവിടെ ഇറങ്ങും. അത് വിമാനത്തില്. ഇരിക്കോ ഇരിക്ക്. എന്തൊക്കെ ഉണ്ട് അവിടുത്തെ വിശേഷങ്ങള്? നാളെ നസീമാന്റെ ബാപ്പ വരുന്നുണ്ട്. അൽഹംദുലില്ലാ. അബ്ദു, മൂപ്പരിങ്ങോട്ട് എത്തിയെങ്കിലേ സഫിയാന്റെ കല്യാണക്കാരൻ പറഞ്ഞത് ഒന്ന് തീരുമാനിച്ച് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റന്നാൾ എത്തുമല്ലോ. ഞാൻ പോട്ടെ. ഇരിക്കത്തോ, അനക്കെന്താ അത്ര തിരക്ക്? ചോറ് വെച്ചിട്ട് പോയാ പോരെ? വേണ്ട, പിന്നെ വരാം.
നിങ്ങൾ വേഗം അങ്ങോട്ട് എത്തൂലേ? നാളെ ബിച്ചുവിനോട് നമ്മൾ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. അബ്ദുക്കാക്ക് ഇവിടെ വരണത് വലിയ ഇഷ്ടാ. ഏയ്, എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ട്. കേറി കിടക്കാനായിരിക്കും. സമയം എത്രയെന്നറിയോ മൂപ്പർക്ക്? എന്റെ അല്ലോ, ഇതുപോലത്തെ ഒരു മടിയൻ. വന്നു വല്ലതും തിന്നു കുടിച്ച് പോയി കിടക്ക്, ഉറങ്ങ്, എന്താ വെച്ചാ ചെയ്. ബാക്കിയുള്ളവർക്ക് വേറെ പണിയുണ്ട്. വരി. മനുഷ്യനെ ദ്രോഹിക്കുന്നതിന്റെ അതിലൊക്കെ ഉണ്ട്. നേരം വെളുക്കുന്നതിന് മുമ്പേ വിളിച്ചുണർത്തും. ഇന്ന് പാടത്ത് പണിക്കാരൊന്നുമില്ലല്ലോ. അയ്യടാ, പാടത്ത് പണിക്കാരുണ്ടെങ്കിൽ മല മറിക്കും. ദീവിക്കിപ്പോ ബാപ്പ സുൽത്താൻ വരുന്നതിന്റെ ഗമയായിരിക്കും. നസീമ, നമ്മുടെ വീടിന്റെ പടിഞ്ഞാറപ്പുറത്തെ വിൽക്കാൻ വെച്ച സ്ഥലം സുൽത്താൻ വാങ്ങാൻ നേരിട്ടുണ്ട്. പാവം, ആ അറബി നാട്ടിൽ കിടക്കണ എന്റെ ബാപ്പാനെ സുൽത്താൻ സുൽത്താൻ എന്ന് വിളിച്ച് കളിയാക്കണ എന്തിനാ? ബാപ്പ വന്ന് കച്ചവടം നടന്ന സഫിയന്റെ കല്യാണം നല്ല ജോറായിട്ട് നടത്താമല്ലോ. നീ ആ പെണ്ണിനെ സ്നേഹിച്ച് വഷളാക്കുന്നുണ്ട്. ഒന്നും ഇല്ലാത്ത കുട്ടിയാ. ഇക്കുറി ബാപ്പ വരുമ്പോ എന്നെയും കൂടി ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു ചോദിച്ചു നോക്കണം. ഓ, പലതും പറഞ്ഞോ? എന്താ ഇപ്പോ പുതിയോരോ തോന്നല്? എത്രയെന്ന് വെച്ചാ കുട്ട, ഒരു ജോലിയും വരുമാനവും ഒന്നും ഇല്ലാതെ ഇങ്ങനെ? ഇത് ഭയങ്കര ബോറാ. ജോലി കിട്ടാഞ്ഞിട്ടല്ലോ. ബാപ്പയും മോനും കൂടെ തറവാടിന്റെ മഹിമയും പറഞ്ഞ് വേണ്ടെന്ന് വെച്ചല്ലേ. ട്രാൻസ്പോർട്ട് ബസിന്റെ കമ്പിയിൽ തൂങ്ങി കണ്ടക്ടർ പണിയെടുക്കുന്നത് തറവാടിന്റെ മാനക്കേടാണെന്ന് പറഞ്ഞു. ചെറുപ്പം മുതലേ ബാപ്പാനെ ധിക്കരിച്ച് ഒരു വാക്ക് പറഞ്ഞ് ചിരിച്ചിട്ടില്ല. ഗൾഫിൽ പോണ കാര്യമൊന്നും പറയരുത്, എനിക്കിഷ്ടമല്ല. അപ്പൊ ഞാനൊരു ജോലിയില്ലാതെ എന്നും ഇങ്ങനെ? അതൊക്കെ ഉണ്ടായിക്കോളും. തൽക്കാലം ബാപ്പാനെ അനുസരിച്ച് തറവാടിന് പേരുദോഷം ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ട് ഉള്ള പുട്ടും കടലയൊക്കെ തിന്ന് ഇങ്ങനെ ജീവിച്ചു പോയാ മതി കേട്ടോ. കണ്ടപ്പോ ഒന്ന് നിർത്തിയെന്ന് മാത്രം. പോട്ടെ. കാരണവന്മാര് തമ്മിൽ പറഞ്ഞുറപ്പിച്ച നമ്മുടെ വിവാഹം ആണല്ലോ. കല്യാണത്തിന് മുമ്പ് ഒന്ന് കണ്ട് രണ്ടു വാക്ക് സംസാരിച്ചു എന്ന് വെച്ച് മാനം ഇടിഞ്ഞു വീഴുവോ? സഫിയ, പോന്നിട്ട് എത്ര നേരം ഇവിടേക്കാ? പിന്നെ നസീമാന്റെ ബാപ്പ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. സഫിയ, ഇതാരാ? ഇവളുടെ വാപ്പാന്റെ ഒരു പരിചയക്കാരനാ. എന്നെ പോട്ടെ പോട്ടെ. നോൺസെൻസ്. സമയം ഞാൻ പോണു. നേരെ എത്രയായി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു? ഒരു കാര്യത്തിന് പറഞ്ഞയച്ചാ ഇതല്ലോ. അത് ഞാൻ ഇക്കാക്ക വരുന്നവരും മെമ്പറോട് പറഞ്ഞ് വലിയത്ത് പോയി നസീമോട് മുളകും വല്ലിയും പൊടിപ്പിച്ച്. വലിയകത്ത് പോവാൻ അന്നോട് ഞാൻ പറഞ്ഞു അബ്ദു. നസീമാനെ കെട്ടിച്ച തറവാടല്ലേ, കാറെടുത്ത് ഡ്രൈവറിനെ പറഞ്ഞയക്കൂലായിരുന്നോ ഞാന്? ഓരോ പണി ചെയ്യണത്. ദേഷ്യം പിടിച്ചിരിക്കുന്നത്.
ഇന്ന് ഇവിടെ ഷക്കിലാന്റെ ഒപ്പം വേണ്ട, സഹിച്ചു, ഒരുപാട് സഹിച്ചു. എന്റെ കെട്ടിയനാന്നും പറഞ്ഞ് ഇനി ഈ മുറി വരരുത്. നേരം വെളുക്കുവോളം ശ്വാസം മുട്ടൽ. പെരയിൽ 5-6 കഞ്ഞൂടി മുട്ടൂലോ എന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഈ പണിക്ക് വരൂലെന്തോ. ഇന്ന് എന്താണ് ഇത്ര നേരത്തെ? ഇന്ന് ഇക്കാക്ക വരുന്നുണ്ട്. ആ, കാശും കഴിവുള്ളവന്റെ മുമ്പിലെ ദുനിയാവിനൊരു ചെറുനാരങ്ങന്റെ വലിപ്പമുള്ളൂ. തോന്നിയടുത്ത് പറഞ്ഞെത്താൻ എന്താണ് ഇത്ര പണി? രണ്ടാൾക്കും കൂടി ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് പോന്നൂടായിരുന്നോ? അവിടെ ബാപ്പയ്ക്ക് അസുഖം ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല. രാത്രി ഞങ്ങൾ അവിടെ ഇല്ലെങ്കില് വാ. ഇത്തെവിടെ ഉമ്മ? ഓള് മുകളിൽ മുറിയിലുണ്ട്. മുകളില് AC ഉള്ള മുറിയിൽ ചെന്നിരിക്കുമോനെ, ഇവിടെ നല്ല ചൂടാ.
മുതലാളിച്ച് അണിഞ്ഞൊരുങ്ങി തീർന്നില്ലേ? രണ്ടു മനുഷ്യന്മാരിവിടെ വന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. AC മ്യൂസിയർ ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്കും ഒരു പെരയൊക്കെ ഉണ്ട്. ആരും ഒന്ന് തിരിഞ്ഞു നോക്കില്ല അങ്ങോട്ട്. എപ്പോഴെങ്കിലും അബ്ദുക്ക ഒന്ന് വരും. ആഹാ, ആളെവിടെ? കണ്ടില്ലല്ലോ. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ഇപ്പൊ വന്നതും കണ്ടതും നന്നായി. ഞാനിപ്പോ ഈ വരവില് നമ്മളെ കുഞ്ഞുട്ടിന്റെ ലോട്ടറി പൂടിയിലൊന്ന് കേറി ഒരു ടിക്കറ്റ് കൊടുത്ത്. ഹറാമാണ്. അള്ളാഹു നസീബ് തരുന്നത് ഏത് വഴിക്കാണെന്ന് ഞമ്മക്ക് പറയാൻ പറ്റൂലാന്ന്. പേച്ച മാർഗത്തിൽ കൂടെ ആണെങ്കിലും ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വന്നു കഴിഞ്ഞാൽ ഹലാലായ നല്ല മാർഗത്തിൽ കുറച്ച് പൈസ ചെലവാക്കി കഴിഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്നു. ഏത് അപ്പൊ ഞാൻ എന്തേ പറഞ്ഞുകൊണ്ടുവന്നത്? ലോട്ടറി. ലോട്ടറി. ഈ ലോട്ടറി പീടിയെന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പോട്ട് ഒരു കാർ. ആരാണ് കാറിന്റെ ഉള്ളില്? അറിയില്ല. എങ്ങനെ അറിയും? ഫുള്ളായിട്ട് ചുറ്റോടിയിട്ടും കറുപ്പ് ജില്ലാണ്. പാറക്കടവ് താഴെപ്പറമ്പിലെ മോദി ഹാജിന്റെ ഏക മകൻ അന്റെ പെങ്ങക്ക് കല്യാണം ഉറപ്പിച്ചു വെച്ച കോൺട്രാക്ടർ റഫീഖ്. പലതും പറഞ്ഞോ? പഴയ കാർ നിർത്തണ്ട, അടിച്ചു വിട്ടാണ്ട് പോയില്ലേ? പിന്നെ ഈ ലേശം നീങ്ങി തരുന്ന എന്നോടൊരു സ്വകാര്യം പറയാനുണ്ട്. എന്റെ അമ്മശാങ്ക മൊയ്തീൻ കോജി ഉണ്ടല്ലോ, മൂപ്പര് നിങ്ങട്ട് എത്തിയ ഇങ്ങൾ തമ്മിലുള്ള ആ ഭൂമിന്റെ ഇടപാടുണ്ടല്ലോ, ആ തുടനെ അങ്ങോട്ട് തീർക്കണം. സൊഫിയാക്ക് കൊടുക്കാനുള്ള പൊന്നും പണ്ടും കൊടുത്ത് ഓൺ അങ്ങോട്ട് കെട്ടിക്ക്. ആരാപ്പത്? മെമ്പറാ? ഇന്നലെ നമ്മുടെ അബ്ദു വന്ന് നിങ്ങളോട് ഇതൊക്കെ വരാൻ പറഞ്ഞ? ഓ പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടതേന്ന്. അതിലിടയ്ക്ക് നമ്മളെ ഹെഡ് കോൺസ്റ്റബിൾ ശങ്കരൻ നായരെ രണ്ടാമത്തെ പോയില്ലേ, ആര്? ഇതാണ് തട്ടാൻ ഗോപാലിന്റെ ഒപ്പം ചാടിപ്പോയിന്. ഇതാണ് പെണ്ണിന്റെ പേര്. എന്തെങ്കിലും അവിടെ പെണ്ണിന്ന് കണ്ടി ചാടി. എന്റെ റബ്ബേ, എന്തിനിത്? അത് ശരി, കുളിക്കാനും മീൻ പിടിക്കാനൊന്നും മനസ്സ കണ്ടി ചാടൂല്ലോ. ചാകാൻ തന്നെ. ഇന്നാ ചത്തോ? അതുമില്ല. ഇപ്പൊ കയ്യും കാലം ഒക്കെ കുറച്ച് ആസ്പത്രിക്ക് എടുക്കുക. നമ്മളെ പഞ്ചായത്തല്ലേ, പോരാത്തതിന് ഞാൻ നിന്നും ജയിച്ച ഭാരടും. വൈകുന്നേരം ആകുമ്പോഴേക്ക് കെട്ടി തിരി വരി, ചായ എടുത്ത് വെച്ചിരിക്കുന്നു. വിമാനത്താവളത്തിൽ പോണ്ടല്ലേ? പാവായിക്ക, ഇത്താനോട് എന്തൊരു സ്നേഹ. ഒരു കളങ്കവും ഇല്ലാത്ത മനസ്സാ. പണ്ട് ബാപ്പ എല്ലാരും പറയായിരുന്നില്ലേ, അബ്ദുഖാന്റെ ഐശ്വര്യം കൊണ്ടാ നമ്മുടെ കുടുംബത്തിന് ഈ ഭാഗ്യമൊക്കെ ഉണ്ടായതെന്ന്. ഭാഗ്യം അത് അനുഭവിച്ചവർക്കാ. ബാപ്പ മീന്നിട്ട് കിടന്ന കാലത്ത് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ബുദ്ധിയില്ലാത്ത ഒരുത്തിന് പിടിച്ചു കൊടുത്തു. ഇത്താത്ത ഒരുപാട് ശ്രമിച്ചു ഒരു മനുഷ്യനാക്കാൻ. വെറുതെയാ, നന്നാവില്ല. നടക്കേണ്ടതെന്നോ നടന്നു. ഇത്രയും കാലം നിങ്ങൾ ജീവിക്കുകയും ചെയ്തു. ഇനിയിപ്പോ നിനക്കിതൊക്കെ പറയാം. കാശും പണം ഉണ്ടായപ്പോ ഏറ്റവും മുന്തിയ തറവാട്ടിലേക്കല്ലേ നിന്നെ അയച്ചത്. ആരുടെ മുമ്പിലും നിനക്ക് ഞെളിഞ്ഞെന്ന് പറയാമല്ലോ. ജമാല് നിന്റെ കെട്ടിയാനാന്ന്. ഇങ്ങോട്ട് വാ. വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. ഹലോ ഹലോ, ഇത് എയർപോർട്ട് അല്ലേ? എയർപോർട്ട് അല്ലേന്ന്. എങ്ങനെ? അതന്നെയല്ലേ എയർപോർട്ട് എന്ന് പറഞ്ഞത്? മലയാളത്തിൽ പറഞ്ഞു. അപ്പൊ ഇംഗ്ലീഷ് അറിയില്ലല്ലേ? ഞാൻ മെമ്പറാണ് സംസാരിക്കുന്നത്. ഏത് മെമ്പറിനോ? ഞാൻ പഞ്ചായത്ത് മെമ്പർ കുട്ടി മൂസ. അല്ല, ഇതാരാണ് സംസാരിക്കുന്നത്? പിന്നെ നമ്മളെ സൗദി മനസ്സിലെ മൊയ്തീൻ കോജില്ലേ, മൂപ്പരിന്റെ മുംബൈയിൽ നിന്നിട്ട് വരുന്നുണ്ട്. നിങ്ങൾ വായുദൂത വിമാനത്തിലാണ് വരുന്നത്. അതെപ്പോ ഭൂമിയിൽ ലാൻഡ് ചെയ്യും? എങ്ങനെ? അറൈവൽ 10:30? ഹലോ, അറൈവൽ അല്ല, വായുദൂത് എപ്പം വരുന്ന ചോദിച്ചേ. കൃത്യമായിട്ടൊരു സമയം പറയുന്നേ. ഒരു വിമാനം തന്നെ പല സമയത്തും ഇങ്ങോട്ട് വന്നിറങ്ങൂടല്ല. ഹലോ, ഇതെന്തിനാ വിളിക്കുന്നറിയോ? ഇവിടുന്ന് മൂപ്പര് വരുന്നേ
മൂപ്പര് വരുമ്പോഴേ കുടുംബങ്ങളെല്ലാം കൂടി അങ്ങനെ സ്വീകരിക്കാൻ എത്താനാണ്. മനസ്സിലായോ? ഹലോ 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 കട്ടായി ഒരു ഉത്തരവാദിത്വമില്ല. എന്താണ്ട് ഒരു വിളി വിളിക്കുന്നത്? എവിടെ ഇവര്? ഈ പെണ്ണുങ്ങൾക്ക് ഒരുങ്ങിയിറങ്ങാനുള്ള ഒരു താമസം. വിമാനം ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങും. വരി വരി. വേഗം വാ, വിമാനം ഇപ്പൊ വരും. എല്ലാവർക്കും കൂടി പോകാൻ കാറിന് സ്ഥലം ഉണ്ടാവില്ല അബ്ദുവേ. അതോ ഈ വിമാനത്താവളത്തില് ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും. തന്നെയല്ല, ഈ വിമാനം വന്ന് ഇറങ്ങാന്ന് പറഞ്ഞാലല്ലോ നമ്മൾ വിചാരിച്ചാലൊന്നും ആവില്ല. ഈ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പോയി കാക്കാനും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാം. ഈ വെയിറ്റിന്റെ വിടന്നോ, കാക്ക വരും സ്വീകരിക്കാൻ. എന്തേ? ആ അത് വേണ്ട. വിമാനത്തിൽ വന്ന് ഇറങ്ങുമ്പോ എന്റെ ഇക്കാക്ക എന്നെ നോക്കും. പേടിയാണെങ്കിൽ നിങ്ങൾ വരണ്ട. ബാ 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 കേറ് കേറ്. നസീമി വരുന്നില്ലേ? നിങ്ങള് കൂട്ടിയിട്ട് വന്നാ മതി. ആ നേരായി, വണ്ടി വിട്. വിട് വിട് വിട്, വേഗം വിട്. നസീമ പോയിട്ട് വരാം. എന്താ വിമാനത്താവളത്തിലേക്ക് വന്നില്ല? ഒന്നുമില്ല പാപ്പ. കരുതിയെടുക്കണേ, അച്ഛന് വല്ല സാധനം കാണില്ല. ഷക്കീല എവിടെ? അകത്തുണ്ട്. ഷക്കീല, എന്തേന്ന് കൊറേ കാലം നിങ്ങളെ കൈകൊണ്ട് വെച്ച നെയ്ച്ചോറൊക്കെ തിന്നിട്ട്. എന്തേ കുട്ടിമൂസേ ഇങ്ങോട്ട്. അനക്ക് നെയ്ച്ചോറും ബിരിയാണിയും കോഴിയും ഒക്കെ പള്ള നിറച്ച് തന്നിട്ട് എന്ന് ഇവിടുന്ന് വിടുള്ളൂ. ആ പോയിരിക്കി. ആ അവിടെയല്ല, കോലായില്. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കറിക്കൊക്കെ ഒരു ഗൾഫ് ടേസ്റ്റ് വന്നോട്ടോ. അതായത് മൂപ്പരവിടുന്ന് ഈ ഒട്ടകത്തിന്റെ ഈ ഒട്ടകപ്പശിന്റെ ഒക്കെ ഇറച്ചി നിന്ന് വരികയല്ലേ. അല്ല അതേതായാലും കേക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുക്കാനൊന്നും കഴിയില്ല. എന്നിരുന്നാലും ഏതാണ്ട് അതിനോടൊന്ന് മുട്ടി നിന്നോട്ടെ. അതൊക്കെ ഞാൻ മുട്ടിച്ചോളുണ്ട്. ഈ പോയി എന്റെ പണി നോക്ക്. പൊയ്ക്കോ, കോലയിൽ പോയിരുന്നോ. നിങ്ങളെന്താണ് നിങ്ങളെ കല്യാണം മുറിയ പെൺകുട്ടികളായി? ആ നിങ്ങൾ ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുക. ആര്? ഇങ്ങളെ കെട്ടണ്ടക്കാരൻ ഫക്രുദ്ദീൻ ഹാജി. മൂപ്പർക്ക് ഇങ്ങൾ വന്നിട്ട് ഇങ്ങളെ ഇത് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കേണ്ടെന്നാണ് പറയുന്നത്. എന്തോ സ്വത്ത് കച്ചവടത്തെ പറ്റിയിട്ടാണ്. കാരണം ഒരുത്തി പെരാർ നിൽക്കാനേ, അല്ലാതെ എന്ത് ചെയ്യുന്നു. എന്തോ പണി കിട്ടിയെന്ന് കേട്ടല്ലോ ജമാലിന്. ഓ കിട്ടി. കണ്ടക്ടർ ബസ്സില് കമ്പിമ തൂങ്ങിയിട്ടുള്ള പണി വേണ്ട, ഞമ്മളെ തറവാട്ടിൽ ആരോ പണി എടുത്തിട്ടില്ല എന്ന് വരെ വാപ്പ. അയാൾ ഇവനെ കളക്ടറാക്കാനായിട്ട് വിചാരിച്ചിരിക്കും. അല്ലാതെ എന്ത് പറയാന്. ചെക്കനോ ബാപ്പ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി, പകലെന്ന് പറഞ്ഞാൽ പകല്, ഒരു സംശയമില്ല. അതാണ് ഓന്റെ സ്വഭാവം. ആ എന്നെങ്കിലും ഒരു കര പറ്റിക്കോളായിരിക്കും. ഇന്ത്യങ്ങളൊന്നും മാറിയല്ലോ, വിദ്യാഭ്യാസന്റെ. പുഴയെ തന്നെ കെട്ടിവെക്കാനാണെങ്കിൽ ഏത് അഭ്യാസം കൊണ്ടും കാര്യമില്ലടോ. ഇവിടെ വാ.
കുട്ടിയോസേ, ഓ, നാട്ടിലൊക്കെ വെള്ളം പറ്റിയോ? കുളിന്നനെ ഒന്നുമില്ല? 10 മനുഷ്യന്മാരുടെ ഇടയിൽ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി തരില്ലേ? അതോ, ആരാണ് ഈ ഇരിക്കുന്നത്? എവിടുന്നാ മൂപ്പര് വന്നത്? ഇനി മൂപ്പരെ കാണാൻ ഇവിടെ വലിയ 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 ആളുകൾ വന്നും പോയി നിൽക്കും. ആ സമയത്ത് ഈ ഇങ്ങനെ കുളി നനില്ലാതെ നടന്ന ചേപ്പറല്ലേ? ഓടാ നമുക്ക് എന്റെ മുന്നിൽ നിന്ന്. അവിടെ പോയി സ്വത്ത് വാങ്ങണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഫക്രുദ്ദീൻ ഹാജി എഴുതിയപ്പോ ആലോചിക്കാന്നൊരു വാക്ക് ഞാനും എഴുതി. റബ്ബ് സഹായിച്ചിട്ട് സ്വത്തും മുതലും ഒക്കെ ഇപ്പൊ തന്നെ എമ്പാടുണ്ട്. ഇല്ലാത്തത് മനസമാധാന. അതിപ്പോ ഞാൻ എവിടുന്നാ വാങ്ങിക്കൊണ്ടുവരാ? ഞാനാ ഈ നരകത്തീയിൽ കിടന്ന് വേഗണത്. വയസ്സ് 10-24 കഴിഞ്ഞില്ലേ? ആര്യെ? എനിക്കോ? നിങ്ങൾക്കൊക്കെ തമാശ. ഷക്കീലാക്ക് ഉഴിഞ്ഞിട്ട് നേർച്ചക്കൊയ്യ പോലെയാ ഓളുടെ കാര്യം. ഞാൻ ഇപ്പൊ എന്ത് വേണോന്നാ പറഞ്ഞോണ്ട് വരണത്? കെട്ടിയാൻ ഒരുത്തൻ പൊട്ടനായിട്ട് ഇവിടെ ഉണ്ട്. എന്തിനാ? ഒരു എണ തുണയായിട്ട് ഒരു 2 ആളും ജീവിക്കുന്നില്ല. 4 ആള് കൂടുന്ന സദസ്സില് എന്റെ മോള് കൂടിയിട്ട് കാലം എത്രയായി. അന്നങ്ങനെ ചെയ്തു പോയി. കാലിത്തറച്ചൊരു മുള്ളല്ലോ പറിച്ചു ഒഴിവാക്കാൻ. നന്നായി വരുമെന്ന് വിചാരിച്ച് എന്റെ കുട്ടീന്റെ ജന്മം പിടക്കായി. അല്ലാ. ഇനിയിപ്പോ ഫക്രുദ്ദീൻ ഹാജിന്റെ തന്നെ ആക്കണ്ട. വേറെ 1-2 സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം തന്നെങ്കിൽ അതൊക്കെ ഒന്ന് റൈസർ ചെയ്യണം. ആർക്ക് വേണ്ടിയാ ഇതൊക്കെ സമ്പാദിച്ചു കൂട്ടണത്? അവനാന്റെ മക്കൾക്ക്. അവർക്ക് സുഖ സന്തോഷം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ മൂസേ? ഓ, ഷക്കീലിന്റെ കാര്യാവും. നിങ്ങളെ കെട്ടിയോളി എപ്പോഴും എന്നോട് പറയുന്നതാ. പക്ഷെ ഞാൻ നോക്കിട്ട് എന്നെ ഒറ്റ വയ്യേ കാണുള്ളൂ. ഇങ്ങക്ക് ഇത് വയ്ക്കുമെന്നാ. എന്താ അബ്ദൂനോട് വയ്യല്ലേ ഒയ്യാൻ പറയുന്നേ? രണ്ടാക്കും യാതൊരു ഉപകാരമില്ലാത്ത ജീവിതം. സ്വത്തും മുതലുള്ള വാപ്പുണ്ടായിട്ട് കാര്യമുണ്ടോ? പ്രായം കഴിഞ്ഞ പെൺകുട്ടിയേക്ക്. ജനമേ, ചായ. ഇന്നലെ മുല്ലപ്പൂ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയ ആളാ. ഇന്ന് കൊണ്ടുതരണം. പൂച്ച പൂച്ച നല്ല മോളല്ലേ? സംസാരിക്കില്ലേ? സത്യമായിട്ട് ഞാൻ പൂച്ചയെ കൊണ്ടുവിടും. ബുദ്ധിയില്ലാതെ ജന്തു. എത്ര പറഞ്ഞാലും കേൾക്കില്ല. പഠിപ്പിക്കാൻ ഒരു ടീച്ചർ. നമുക്കൊന്നും പഠിക്കാനില്ലേ? നോക്കിത്താ, 1 മാസമായി കുടുംബങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും സംസാരിക്കണില്ല. കൊഞ്ചണ്ട. ഈ എന്റെ ഒരു കുടുംബങ്ങളും കോളേജ് ഇല്ലാത്ത ദിവസം നല്ലോണം ഇരുന്ന് പഠിച്ചാലെന്താ? കേറി പോവോ? ഇതിനെ ഞാൻ തുറന്നു വിടും. അപ്പൊ നീ രക്ഷപ്പെടും, അതും രക്ഷപ്പെടും. ഈ ഇത്തേക്ക് എന്തിന്റെ കേടാ? 24 മണിക്കൂർ ഇരുന്ന് പഠിച്ചെന്നും പറഞ്ഞ് റാങ്ക് ഒന്നും കിട്ടൂല. കിട്ടിയാ തന്നെ എനിക്കിപ്പോ വേണ്ട. ഞാനെന്താ ഡോക്ടറാവും പോവാ? ഡോക്ടറും കളക്ടറും ഒന്നും ആയില്ലെങ്കിലും 10 മനുഷ്യന്മാരുടെ ഇടയിൽ കൂടണമെങ്കിൽ വിവരം വേണ്ടിവരും. വലിയ കോൺട്രാക്ടറെ കെട്ടാൻ പോണേ. കോൺട്രാക്ടറുടെ കാര്യമൊന്നും പറയണ്ട. കോളേജിൽ ഇപ്പൊ തന്നെ കളിയാക്കാൻ തുടങ്ങിയിരിക്കുക കുട്ടികളൊക്കെ. അക്കാര്യം പറഞ്ഞപ്പോ ഓൾഡ് ഒരു വലുതാവല്ലേ? പരീക്ഷ വരുന്നത്. ഈ പൊരയിൽ ഇത്രയും പണിയൊക്കെ ഉണ്ടായിട്ടും അന്നെ കൊണ്ട് തൊടിക്കാത്തെന്താ? പഠിച്ച് ജയിച്ച് അന്തസ്സായിട്ട് അയാളുടെ കൂടെ പോയി പുറത്തോട്ടെന്ന് വിചാരിച്ചിട്ടാ. ചെല്ലു. അന്റെ ഇക്കാക്കാന്റെ അടുത്തുനിന്ന് തന്നെ ആവശ്യത്തിന് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനാ ചീത്തയാക്കണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോടി.
പറഞ്ഞില്ലേ കാല് മുറുക്കി കെട്ടണമെന്ന്? അതെങ്ങനെ കുരുത്തക്കല്ലേ കാണിക്കുള്ളൂ? നിങ്ങള് സക്കിലാന്റെ കാര്യം മൂപ്പരോട് പറഞ്ഞ? ഓൻ സമ്മതിക്കുന്ന മൂപ്പർക്ക് 12-ാം വയസ്സില് കടപ്പുറത്തൊന്ന് കയ്യും പിടിച്ചുകൊണ്ടൊന്ന് ഇത്രയും കാലം തിന്നാൻ കൊടുത്ത് പോറ്റിയില്ലേ? ആ നന്ദി ഓനുണ്ടെങ്കില് ആചാര് പറഞ്ഞ ഓൻ കേൾക്കൂലേ? നിങ്ങളൊരു പേടി തരിക്കോർത്ത് ബേജാറാവണ്ടാന്ന്, ഒക്കെ ശരിയായിക്കോളൂ. ആ നേരെ തന്നെ പറ്റിയൊരു കേസുണ്ടേനി. എന്നിട്ടെന്തേ? മുയലളിയപ്പോ നായി പോയില്ലേ? അതൊക്കെ വേറെ ആൺകുട്ടികൾ കബൂലാക്കി. ഓരിങ്ങക്ക് എന്ത് തരും? അതൊരു ചെതല്ലാത്ത ചോദ്യമായിപ്പോയി. മനസ്സും കേട്ടാ കുട്ടിമൂത്ത കമ്മീഷന്റെ ആളാണെന്നല്ലേ ഇപ്പൊ അതിന്റെ ധ്വനി. നായ്ക്കെട്ട് പണിയില്ല, നിൽക്കാനിട്ട് നേരമില്ലെന്നാണ് എനിക്ക് നിന്റെ ഹാല്. അറിയാലോ, നാട്ടുകാർക്കും വേണ്ടി മണ്ടിപ്പാഞ്ഞെടുക്കുന്ന മനുഷ്യനാണ് ഞാൻ. അപ്പൊ സന്തോഷം കൊണ്ട് പോലെ എന്തെങ്കിലും തരും, വാങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിലും സതുദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ പ്രതിഫലമായ ഒരു പുഞ്ചിരിയെങ്കിലും കൊടുക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. വേണ്ടാന്ന് ഞാൻ പറയില്ല. ആട്ടെ, അപ്പറഞ്ഞ കല്യാണം നടന്ന മെമ്പർക്ക് സന്തോഷമായി എന്ത് കിട്ടുന്ന ഞാൻ ചോദിച്ചേ? ഒരു 10 ഉറുപ്പ്യ വരും. 10,000? പിന്നെ പറഞ്ഞു വെച്ചിട്ടല്ലേ ഉള്ളൂ. ഒരുവിധം പറ്റുമെങ്കിലേ ഇളക്കി പറിച്ച് ഇങ്ങോട്ട് വരീന്ന്. 20,000 ഞാൻ തരാം നിങ്ങക്ക്. അതിപ്പോ നിങ്ങളൊരു സന്തോഷം കൊണ്ട് തരികയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ വല്ലാണ്ട് നിർബന്ധിച്ചാൽ വേണ്ട, ശരിയല്ല. അത് മര്യാദ കേടാ. അത് മാത്രം കുട്ടിമൂസ ചെയ്യില്ല. അത് പോട്ടാന്, ഞമ്മക്ക് വേറെ നോക്കാം. ഇന്ന് നസീമ പൊറുക്കണേനേക്കാളും വലിയ തറവാട്ട് കൊണ്ട് ഒരു സ്റ്റെക്കിയിലാണ് ഞാൻ കയറ്റും. ഇത് കുട്ടിമൂസാണ് പറയുന്നത്. ദൈവം നടക്കുന്നേ കുമ്മുൽ കൂറാവില്ലണയും മുടിനം എന്തേ? ഒരു പപ്പടം. എനക്കിപ്പോ എന്താ വേണ്ടേ? അബ്ദോ, നിനക്ക് പോവാല്ലേ? കല്യാണി വേഗം അങ്ങോട്ട് അഞ്ഞൂട്. ആ ആകെ അലമ്പാക്കി. എവിടെ നോക്കിയിട്ടാണ് സുവറെ കണ്ണും മൂക്കില്ലാതെ ഓടുന്നത്? ലക്ഷണക്കേട്. എന്തിനങ്ങനെ തിരക്കും കൊതൂലും കാട്ടുന്നത്? മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അവിടെ വെക്ക്, ഞാൻ വാരിട്ടോളാം. പോയി വേറെ ചായ കൊണ്ടു കൊടുക്കും. നിങ്ങളിത് വലിയൊരു ആനക്കാരായിട്ട് എടുക്കല്ലേന്ന്. എന്താപ്പത്? 3-ാം ലോക മഹായുദ്ധത്തെ തുടങ്ങുക. ദീനിന്റെ വിധി അനുസരിച്ച് നാട്ടു നടപ്പുള്ള കാര്യല്ലേ. തമ്മിൽ ഒത്തുപോവില്ല എന്ന് വന്നാൽ അവരെ നന്നാക്കാൻ നോക്കുക. എന്നിട്ടും നന്നാവുന്നില്ലെങ്കിൽ തലാക്ക് ചൊല്ലി പിരിയുന്നതിൽ തെറ്റില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം ഇവിടെ എല്ലാവരും ഉണ്ട്. വേണ്ടപ്പെട്ട ആളുകളും നാട്ടുകാരന്മാരൊക്കെ ഉണ്ട്. സംഗതി നമുക്ക് സലാമത്താക്കാം. വിളിക്ക്. ആ അബ്ദു, നിങ്ങൾ പോയി ഇങ്ങോട്ട് പാടോ, ഇങ്ങോട്ട് ഓടിക്കണം. പോയി മന്ത്രേ, ഇങ്ങോട്ട് വാ. ഞാൻ പിന്നെ വരാം. അനക്കാക്ക പോയി അത്തേക്ക് വാ. അല്ലോ, ക്ലാസ് പൊട്ടി ചോദിക്കാനാണ് പഠിച്ചോനെ. പൊട്ടേണ്ടത് പൊട്ടിപ്പോണം മോനെ. ചെല്ല്, ഈ ചെല്ല്. Allah
എന്റെ ഷക്കീലാനെ ഞാൻ മൊഴി ചൊല്ലൂല. അബ്ദുവിന് പറച്ചോനൊക്കെ ഇഷ്ടം എന്റെ ഷക്കീലാനെ. ഇക്കാക്കനോട് ഈ പറയില്ലേ ഷക്കീല, ഈ പറയില്ലേ? എന്റെ മകൾ ഷക്കീല എന്നവളെ അബ്ദു എന്നവർക്ക് കാൽപവൻ സ്വർണവള മഹറിന് പകരമായി ഇണയാക്കി തുണയാക്കി ഹലാലായ ഭാര്യയാക്കി അള്ളാഹുവിനെ മുൻനിർത്തി നിക്കാഹ് ചെയ്തു തരുന്നു. ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. മൊഴി ചൊല്ലൂല. ഷക്കീലാനെ ഞാൻ മൊഴി ചൊല്ലൂല. ഇല്ല, ഞാൻ ഷക്കീലാനെ മൊഴി ചൊല്ലൂല. ഇല്ല, ഞാൻ ചൊല്ലൂല. പറച്ചോനാ ചൊല്ലൂല. ഇല്ല, ഞാൻ മൊഴി ചൊല്ലൂല. എന്റെ ഷക്കീലാനെ ഞാൻ മൊഴി ചൊല്ലൂല. പറച്ചോനാണ് ചൊല്ലൂല. പറച്ചോനാണ് മൊഴി ചൊല്ലൂല. ചൊല്ലൂല. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. أيها السلام أيها السلام أيها الفلاح أيها الفلاح الصلاة خير من النوم الصلاة خير من النوم الله أكبر الله أكبر لا إله إلا الله. അള്ളാഹു ക്ഷമിക്കുന്നവന്റെ കൂടെയാണ്. ഇത്രയും കാലം അദ്ദൂനെ നിങ്ങൾ തീറ്റിപ്പോറ്റിട്ട് ഓ നിങ്ങളോട് പോക്കിത്തരല്ലേ കാണിച്ചേ, എന്നിട്ടും നിങ്ങൾ ക്ഷമിച്ചില്ലേ? അപ്പൊ ശറനും ശരിയാത്തിനെതിരായിട്ട് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റിപ്പോയടോ, പറഞ്ഞാ അനുസരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു പോയി. സാരല്ല, കുട്ടിമൂസന്റെ തടിമല് റൂഹുള്ള കാലത്തോളം ഇങ്ങളെ ആര് മാനം കെടുത്താലും ശരി, ഇങ്ങളെ മാനം ഞാൻ കാക്കും. ഷക്കീലാനെ നിക്കാഹ് ഇതാക്കാൻ പറ്റിയൊരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആ ഈ ഹലാക്കിന്ന് തലയൊന്നും ഊരാതെ വെറുതെ അത് ഇതൊക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യം? ഇതിനൊക്കെ പരിഹാരം ഉണ്ടെന്ന്. അല്ലെന്ത് ഒരടി തള്ളണം. ശരി, ആ അന്റെ ഈ ഗുദാമിലേക്കൊന്ന് എത്തണമെങ്കിൽ എന്റെ അല്ലോ മെമ്പറെ അത്യാവശ്യമായിട്ട് കാണേണ്ട കാര്യം ഉണ്ടായിട്ട് ആളെ പറഞ്ഞയച്ചത്. വന്ന് കാണാൻ ഒരു ഒഴിവ് കിട്ടട്ടെ എന്റെ റഫീഖെ. ഫക്രുദ്ദീൻ ഹാജി വിവരമൊന്നും അറിയിച്ചില്ല. ആ അതെ, മൊയ്തീൻ ഹാജി ആയിരുന്നു ഫക്രുദ്ദീൻ ഹാജിന്റെ ഭൂമി വാങ്ങാൻ നേറ്റിയിരുന്നത്. ശരി, പറയുമ്പോ നമ്മൾ രണ്ടു ഭാഗം ചിന്തിക്കണല്ലോ. അത് നടന്നെങ്കിലേ അനക്ക് തരാന്നാണ് സ്വർണം കൊണ്ടൊക്കെ അയാൾക്ക് തരാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇപ്പൊ തന്നെ ഒരു 5-6 വർഷം മുടങ്ങി കിടക്കുക. ഈ തിരക്കൂട്ടുന്നതേ പെണ്ണ് കെട്ടാനുള്ള മോഹം കൊണ്ടൊന്നും അല്ല, കാശിന് വേണ്ടി തന്നെ. അതിപ്പോ ഈ പറയണോ? അന്റെ വാപ്പക്ക് പെണ്ണടിച്ച മനുഷ്യനാണ് ഞാൻ. അയാളെ മോനല്ല ഈ 6 മുളത്തിന്റെ നേർപകുതിയാണ് 3 മുളം എന്നുള്ളത് എല്ലാവർക്കും അറിഞ്ഞൂടെ? മൊയ്തീൻ കോയ ഹാജിക്കാണെങ്കിൽ പുറത്തു പറയാൻ പറ്റാത്ത 100 കൂട്ടം പ്രശ്നങ്ങളാണ് തലയിൽ. അയാൾക്ക് ഇപ്പൊ സ്വത്തും വേണ്ട മുതലും വേണ്ട. അതിനിപ്പോ എന്താ എന്നോട് പറയാ? ഈ കുളത്തിച്ചാടി എലിന്റെ മാതിരിയാ. എന്തു പറ്റി?
മൂത്ത മൂക്കും വേണം തെല്ല് വെക്ക ഒരു കല്യാണം നടക്കുക. അതിനെങ്ങനെ ഏതൂരൊരു ബാധ എന്ന് പറഞ്ഞ മാതിരി ആ പൊട്ടനത്തൂന്റെ കെട്ടിയോളാന്നല്ലേ പേര്. എടുത്താ തീരാത്ത കാശുണ്ടല്ലോ കയ്യില്. പെണ്ണാണെങ്കിൽ ആദ്യ സുന്ദരി, ആരെ വേണമെങ്കിലും കിട്ടും. എന്തേ ഈ കെട്ടണോ? ഇണകളെ വേർപെടുത്താൻ അള്ളാഹു ആഗ്രഹിക്കുന്നവനല്ല. എന്നാൽ ഒരുവളെ തൃപ്തിപ്പെടുത്താനോ സംരക്ഷിക്കാനോ സാധിക്കാത്ത ഒരുത്തന്റെ കൂടെ ഭാര്യയായി കഴിയണമെന്ന് സ്ത്രീയെ ഇസ്ലാം നിർബന്ധിക്കുന്നുമില്ല. ഖത്തീബിനറിയാലോ, മൊഴി ചൊല്ലി ഒഴിയാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. 6-7 കൊല്ലായിട്ട് എന്റെ കുട്ടി കഷ്ടപ്പെടുക. ഭാര്യാഭർത്താക്കന്മാർ യോജിച്ചു പോവുകയില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും മോചനം ആവശ്യമാകുകയും ചെയ്യുമ്പോൾ ഭർത്താവ് നൽകിയ മഹർ പ്രതിഫലമായി തിരിച്ചു നൽകിക്കൊണ്ട് ഭാര്യയ്ക്ക് അവനെ വിവാഹമോചനം ചെയ്യാം. ഹുൽഖ് എന്ന ഈ സമ്പ്രദായത്തെക്കുറിച്ച് നബി തിരുമേനി ഇപ്രകാരം പറയുന്നു. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് തന്റെ ഭർത്താവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: നബിയെ, മതവിഷയത്തിലോ സ്വഭാവത്തിലോ എനിക്ക് വെറുപ്പൊന്നുമില്ല എന്റെ ഭർത്താവിനോട്. പക്ഷേ അദ്ദേഹത്തിന്റെ ചില ശാരീരിക വൈകല്യങ്ങൾ കാരണം എനിക്ക് ഭർത്താവ് ഒന്നിച്ച് കഴിഞ്ഞുകൂടാൻ സാധ്യമല്ല എന്ന്. അത് ന്യായമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ സ്ത്രീയോട് നബി തിരുമേനി പറഞ്ഞു: സാബിത്ത് ബിൻ ഖൈസ് നിങ്ങൾക്ക് മഹറായി തന്ന തോട്ടം തിരിച്ചു നൽകി നിങ്ങൾക്ക് അയാളിൽ നിന്ന് വിവാഹമോചനം നേടാവുന്നതാണ്. എന്നാൽ തക്കതായ കാരണം കൂടാതെ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന സ്ത്രീയെക്കുറിച്ച് ഒരു ഹദീസിൽ നബി പറഞ്ഞതും മറക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു സ്ത്രീ തക്കതായ കാരണം കൂടാതെ അവളുടെ ഭർത്താവിനോട് ത്വലാഖിനാവശ്യപ്പെട്ടാൽ അവളുടെ മേൽ സ്വർഗത്തിന്റെ വാസന പോലും ഹറാമാകുന്നതാണ്. വേഗം ചെയ്ത് ബഹുമാനപ്പെട്ട പള്ളി ഖത്തീബ് മഹൽ അധികാരികൾക്ക്, പള്ളിക്കൽ തൊടി മൊയ്തീൻ കോയ ഹാജി മകൾ ഷക്കീല എന്ന എന്റെ ഭർത്താവ് അബ്ദു എന്നവർ കൊല്ലങ്ങളായി എന്നോട് മാനസികമോ ശാരീരികമോ ആയ യാതൊരു ബന്ധവും പുലർത്തി പോരാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായി തുടർന്നു പോകാൻ സാധിക്കാത്തതിനാൽ ത്വലാഖിന് ആവശ്യപ്പെട്ടെങ്കിലും എന്നെ പിരിച്ചയക്കാത്തതുകൊണ്ട് അദ്ദേഹം എനിക്ക് മഹറായി തന്ന 4 പവൻ സ്വർണ്ണവള തിരിച്ചു നൽകി ഞാൻ അദ്ദേഹത്തെ ഫസഖ് ചൊല്ലുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അതു മോനെ, ദീന്റെ വിധി അനുസരിച്ച് അനക്കുള്ള കറന്താന്ന് വീട്ടല്ല, ഈ നന്നാകാൻ വേണ്ടി മൂപ്പർ എനിക്ക് തരുന്നതാ. എന്നാ കുടിക്കും മോനെ, വാങ്ങ്.
ചോദിക്കട്ടെ എന്ത് ഈ ഓടിയില്ലേ മീൻ പേരെ എന്നെ കൂട്ടിയില്ല. ചെന്നപ്പോ ഓരെന്നെ അടിച്ച്. ഇങ്ങോട്ടടിച്ചാ അങ്ങോട്ട് അടിക്കോടാ. അതാ കടപ്പുറത്തിന്റെ നിയമം. ഇതാരുടെയും തറവാട്ട് സ്വത്തല്ല. കുറെ ദിവസമായാലും അന്നെ ഇവിടെ കാണുന്നു. ഈ കടപ്പുറത്തുള്ള അല്ലേ? പിന്നെ അറിയൂല. അറിയില്ലേ? തന്നെന്നുള്ളതൊക്കെ ഉണ്ടാ? അറിയൂല. ഓഹോ, അതും അറിയില്ലേ? എന്താ എന്റെ പേര്? അബ്ദു. ആ, ഒന്ന് കൈവെക്ക്. ഈ പോരണോ എന്റെ കൂടെ? ആ, കണ്ടോ എന്തിനാ കള്ളക്കളി കളിച്ചേ? ആ, വരി 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 വരി. ആ, വരി സ്റ്റാൻഡ് കയറ്റ്. ആ ആ അല്ലോ. ഇതാ പിടിക്ക്. ഷക്കീലാക്കി കൊടുക്ക. ഏതായി ചെക്കൻ? കൊറേ ആയി കടപ്പുറത്ത് കാണാൻ തുടങ്ങിയിട്ട്. എത്തിയുമാണ്. ഇവിടെ നിർത്താനാ? ഇവിടെ ഉള്ളവർക്ക് തന്നെ നേരത്തും കാലത്തും തിന്നാൻ കൊടുക്കാൻ കഴിയാത്തപ്പോ നിക്കട്ടെ. ആണായിട്ടൊന്നും ഇല്ലല്ലോ ഈ കുടിയില്. കൊണേ വരൂ. താങ്ങിക്കോ. കിടക്കണ സൈസ് കിടക്കണ സൈസ് കിടക്കണ സൈസ് ആരെ നോക്കി ചവിട്ട ചക്രത്തിന് നോക്കണ അമുക്കേ. നല്ലൊരു പെരുന്നാളിസായിട്ട് നിങ്ങൾ ആ ചെക്കന്റെ കൈകാലും മുറിക്കും. ഒന്നുമില്ല. ഇജ്ജ് കണ്ടോ ഈ സൈക്കിളിൽ മേലെ മീനും കൊണ്ട് നാട് മുഴുവൻ പറക്കും. അബ്ദു പെരക്കണ സൈസ് പച്ച പച്ച പത്തി പച്ച പച്ച പെരക്കണ സൈസ് മത്തി പച്ച പച്ച പെരക്കണ സൈസ് പച്ച പച്ച
ഒന്നൂടെ. നിന്റെ സേതയ്ക്കും കുമാരേട്ടനും തന്നെ. എവിടെയൊക്കെ തെരഞ്ഞു എന്നറിയോ? അവസാന കടപ്പുറത്തുണ്ടെന്ന് അറിഞ്ഞ്. അന്നെ കൊണ്ടുപോകാനാ ഞങ്ങള് വന്നത്. അതു എന്താ ഈ വരില്ലേ? ഞാൻ അങ്ങോട്ട് കാറും ബംഗ്ലാവും ഉള്ളിടത്തേക്കല്ല വിളിക്കണത്. കാര്യം കഴിയുമ്പോ വലിച്ചെറിയാനോ അല്ല, താടിയാണെങ്കിലും മൂടി കുടിക്കുക. ഞങ്ങളുടെ പൂരപ്പര നിന്റെതും കൂടിയല്ലേ. ആരും ഇല്ലാത്തവന്റെ കണ്ണീര് പടച്ചോനും കൂടി കണ്ടില്ലല്ലോ. അബ്ദു, റബ്ബുല്ലാലിമിനായ തമ്പുരാൻ അവന്റെ പടപ്പുകളെ വേദനിപ്പിക്കുന്നവനല്ല. അള്ളേ റസൂലും പറഞ്ഞ കാര്യങ്ങളല്ല മോനെ നടക്കണോ ഒന്നും. എത്തിയും മക്കളെ സംരക്ഷിക്കണോര് എന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കുമെന്ന് പഠിപ്പിച്ച റസൂലിന്റെ ദീനല്ല എന്നോട് ഈ തെറ്റിയത്. കീശ നിറച്ച് കാശുണ്ടാവുമ്പോ മനസ്സ് കല്ലാവണ മനുഷ്യരാ. ആ കൂട്ടത്തിലല്ല ഞങ്ങള്. ഒന്നും ആലോചിക്കാനില്ല, ഞങ്ങളുടെ കൂടെ വരിക. എന്താ മിണ്ടാത്തത്? ഒരേലൊന്ന് പോണെന്ന് പറഞ്ഞിട്ട് ഞാൻ വരണില്ലെന്ന് പറഞ്ഞില്ലേ? ആ പാവത്തെ അടിച്ചിറക്കി വിട്ട വീട്ടിലേക്ക് ഞാൻ വരില്ല. വലിയ നിർബന്ധമാണെങ്കിൽ ഈ വയ്ക്കോ. ബുദ്ധിയില്ലാത്തവരെന്തെങ്കിലും ചെയ്തതിന് എന്നോട് എങ്ങനെ കാണിക്കണം? എന്തിനാ? നസീമ, അന്നോടല്ല, പടച്ചോൻ പൊറുക്കാത്ത പണിയല്ലേ ചെയ്തത്. ആ വീട്ടിലേക്ക് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, എന്റെ പൊരയല്ലേ, പോവാതിരിക്കാൻ പറ്റുമോ? പോവാണെങ്കില് ഇവിടുത്തെ സ്വത്ത് വാങ്ങുന്ന കാര്യം ബാപ്പ മുമ്പ് ഏറ്റതല്ലേ, അതുമൊന്ന് ചോദിക്കായിരുന്നു. കൊണ്ടുപോവോ? ഷക്കിലാനെ കണ്ടിട്ട് ഉയ്യാപ്പിള എന്ത് പറഞ്ഞു? 100 വട്ടം കബൂല്. അല്ല സെക്കിലൊക്കോ? ഓക്കിഷ്ടായി. അല്ലാത്ത കേസ് കുട്ടിമൂത കൊണ്ടുവരോ? എന്നാ വിളിക്കട്ടെ. വിളിച്ചോളി. ഒരു ദിവസം നേരത്തെ നടത്തി അത്ര നല്ലത്. അതൊക്കെ ഇങ്ങള് പറയണ പോലെ. എന്തേ? എന്നാ വരി, ലേശം ചായ കുടിക്കാം. വരി ആ വരി. ആയിക്കോട്ടെ. ആ കുട്ടിക്ക് വേണമെന്നില്ല. റഫീഖ് ഇന്നിവിടെ പെണ്ണ് കാണാൻ വരുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോ വിശ്വാസം വന്നില്ല. കൺമുന്നിൽ കണ്ടത് വിശ്വസിക്കാലോ അല്ലേ?
മനസ്സിലായി, എല്ലാരും മനസ്സിലായി. ജമാല നിക്ക് പറയട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. എന്റെ പെങ്ങളെ ജീവിതം കൊണ്ടാ ഇങ്ങനെ കളിച്ചത്. അത് ആ കല്യാണം നടക്കുവോ നടക്കില്ലേ എന്ന് ഉറപ്പില്ല എന്ന് നിന്നപ്പോ കുട്ടിമൂസ പറഞ്ഞ് അതെ, അത് റഫീക്ക് ചോദിച്ച പൊന്നും പണവും പറഞ്ഞ നേരത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയാതെ ഞാനൊരാൾ വിചാരിച്ചിട്ട് എന്ത് നടക്കാനാ? എന്നാ പിന്നെ ഇതെങ്കിലും കഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ച്. ഈ സഭ മനസ്സിലാക്കല്ലേ, എന്റെ പെങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടാക്കല്ലേ വേണ്ടി അത് ഞാൻ ഏച്ചു. 10 ഉറുപ്പ്യ കിട്ടുന്നുണ്ട. പറഞ്ഞ വാക്ക് 10 വട്ടം മാറ്റി പറയണ ഇങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. അല്ലെങ്കിലും പുതുപ്പണത്തിന്റെ അഹങ്കാരപ്പുറത്ത് ഈ പുരയിൽ നടക്കണമെന്നും മനുഷ്യന്മാർക്ക് ചേർന്നാൽ. ജമാലെ, നസീമ, ഈ പറഞ്ഞ ജമാലെ, ഈ എന്തിനാ കൊണ്ടുപോകുന്നത്? ചോദിക്കാനും പറയാനും എനിക്കറിയാം. നൈതിങ്കോയ കുറെ സ്വത്തും പണവും ഹാജിന്നൊരു പേരുണ്ടായോണ്ട് എല്ലാം തേഞ്ഞെന്ന് എനിക്ക് തോന്നിയില്ലേ? ഈ പഠിച്ച ചെറ്റത്തര പക്കെങ്കിലേ ഞമ്മളോട് വേണ്ടില്ലേ? നീ അജയരെ ഒരേന്റെ ഉമ്മറത്ത് വന്ന് തോന്നിയാസം വിളിച്ച് പറയരുത്. ഈ എഴുതാണ്ടാ തോന്നിയാസം? ഒരു മുസൽമാന് ചേരാത്ത പണി. ഞാൻ ഇപ്പൊ എന്ത് ചെയ്തിട്ടാണ് വാപ്പയും മോനോട് കിടന്നി തുള്ളണത്? എന്റെ മോളെ കെട്ടിക്കൽ എന്റെ ആവശ്യം. പടച്ചോൻ ഉതക്കം ചെയ്തിട്ട് അന്തസ്സായിട്ട് നടത്താനുള്ള പൈസ ഇന്ത്യയിലുണ്ട്, നടത്തുകയും ചെയ്യും. ദേ നടത്തറ നടത്ത്. അക്കൂട്ടത്തില് എന്റെ രണ്ടാമത്തെ മൂക്കും കൂടി ഒരു പുതിയാപ്പിളിനെ തെരഞ്ഞു. പണം ഉണ്ടല്ലോ എന്റെ കയ്യില്. വേണ്ടി വന്ന അതും ചെയ്തോളാ. ജമാൽ ഇറങ്ങിക്കോ. പടച്ചോനും പടപ്പോൾക്കും നിരക്കാത്ത കൂട്ടായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട. ഇപ്പന്റെ കൂട്ടത്തിൽ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഇങ്ങനൊരു മോൻ എനിക്കില്ലാന്ന് ഞാൻ വിചാരിച്ചോളാം. പാപ്പയും മോനും ഓലപ്പാമ്പ് കാണിച്ചാ പേടിക്കണമെന്നല്ല മൊയ്തീൻ കോയ ആജി. ഇറങ്ങണമെങ്കില് ഇപ്പൊ ഇറങ്ങിക്കോ. മോളെ, നേരത്തിനും കാലത്തിനും എന്തെങ്കിലും തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ എങ്ങനെയാ? ഞാൻ വിളമ്പി കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ 24 മണിക്കൂറും അന്റെ മനസ്സിൽ ഓന. പഠിച്ചവനെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനല്ലേ മോളെ? വരാതിരിക്കൂല. അപ്പഴത്തെ വാശിക്ക് പോയി വന്നോളൂ. ഉറക്കം വരില്ല, എനിക്കറിയാം. ഓ നല്ലവനാ അല്ലേ? ഈ കണ്ടോ വരൂ, ഉറപ്പാ. ഇത്തങ്ങോട്ടാ എത്തിയും കുട്ടിയേക്ക് ചോറ് നിറച്ച് നടന്നിക്കണ. ഞാൻ കൊണ്ടുപോകാൻ വരുന്നെന്ന് കൊടുക്കാം. കുടിച്ചാട്ടെ. നീ ഒന്ന് ചിരിച്ച് കണ്ടാ മതി തേമാത്താക്ക്. അപ്പത്തെ വാശിക്ക് രണ്ടാളും കണക്ക് തീർത്ത് പറഞ്ഞു. എന്നാലും ജമാലിങ്ങനെ തലയിലും നിലത്തും വെക്കാതെ നോക്കിക്കൊണ്ട് നടന്ന മരുമോനല്ലേ? ദിവസം എത്ര കഴിഞ്ഞ് ഒന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. എന്തായാലും മൊയ്തീൻ കോയ അവിടെ ചെന്ന് കാല് പിടിക്കുമെന്ന് ഫക്രുദ്ദീനും മോനും കരുതണ്ട. ഇത്താത്ത കഴിച്ചോളി. എന്നും ഇങ്ങനെ തന്നല്ലേ? നേരത്തെ എത്തണമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് 100 കൂട്ടം പ്രശ്നങ്ങൾ. നിനക്ക് ഭക്ഷണം കഴിച്ചു ഉറങ്ങായിരുന്നില്ലേ? ഒന്നുമില്ല, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. എടി, കുന്നത്തുചിറ പാലത്തിന്റെ വർക്ക് നമുക്ക് കിട്ടി. കിട്ടിയതല്ല,
വാങ്ങിച്ചത്. ഈ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നടക്കണമെങ്കിൽ പലരെയും കാണണം, കൂടണം, സന്തോഷിപ്പിക്കണം. ഓരോന്ന് പറഞ്ഞ് ദിവസം നിങ്ങൾ കുടിക്കുന്നുണ്ട്. യോ, നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് മദ്യത്തെ കുറിച്ച് ചില തെറ്റായ ധാരണകളൊക്കെ ഉണ്ട്. അറിയോ, 10,000 രൂപ കൊടുത്താൽ സാധിക്കാത്ത കാര്യങ്ങൾ ഒരു ബിസിനസ്സുകാരൻ ചിലപ്പോ ഒരു കുപ്പി മദ്യം കൊണ്ട് സാധിക്കും. ആരെങ്കിലും കുടിച്ചോട്ടെ, കുടിപ്പിക്കുകയും ചെയ്തോ. എന്തിനാ കുടിക്കണ? അഡ്ജസ്റ്റ്മെന്റും വിട്ടുവീഴ്ചകളും ഒരാവശ്യമാണ്. ബിസിനസ്സിൽ മാത്രമല്ല, കുടുംബജീവിതത്തിലും. അറിയോ, ഒരു നല്ല ഭാര്യ നല്ല ഭർത്താവിനെ ഉണ്ടാക്കും. തലാഖ് എന്റെ മൊഴി ചൊല്ലി അയച്ചിരിക്കണം. തങ്ങളെ അബ്ദോ, എടാ അബ്ദോ, ആ അബ്ദോ, ഇതിനിത് എവിടെ പോയി കിടക്കുക? ആ, നീ എവിടെ പോയി കിടക്കുക? എന്തേ മാരേട്ടാ? പറഞ്ഞു തരാം, വാ വാ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം കൂട്ടി എറിയുന്നവനാ ദൈവം നമ്പുരാൻ. നിന്റെ മൊയ്തീൻ കോയ ഹാജിക്ക് നല്ലൊരു ഏറ് കൊണ്ടിരിക്കണം. കൃത്യമായിട്ടാണ് തമ്പുരാൻ എറിഞ്ഞിട്ടുമുണ്ട്. എന്തേ നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾ കാര്യം പറയും കുമാരേട്ടാ. ആ രണ്ടാമത്തെ പെണ്ണില്ലേ, എന്തൊന്നത്? നസീമ. ആ അതന്നെ, അതിന്റെ കെട്ടും കച്ചവടം വേണ്ടെന്ന് വെച്ച് ഒഴിഞ്ഞത്രേ. ഇനിയിപ്പോ പടച്ചവനെ വിളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. മൊഴി ചൊല്ലീന്ന്. കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും മോനെ. ഇക്കാക്ക ഇപ്പം എവിടെ ഉണ്ടാവില്ലേ? കടവത്തുണ്ടാവും. രാത്രിയില് പള്ളി കിടക്കും. നേരാണോ അന്നെ പറ്റി കേട്ടത്? നേരാ. അന്റെ കെട്ടിയവൻ ജമാല് ധരിച്ചോ? ജമാലിക്ക കെട്ടിയ മാത്രല്ലേ കക്ക, എന്റെ വയറ്റ് വളരുന്ന കുട്ടിന്റെ ബാപ്പയും കൂടെയാണ്.
നിങ്ങളെ കണ്ട് ഒരു വിവരം പറയാൻ വേണ്ടി വന്ന. എന്താ അബ്ദു? നിങ്ങളൊക്കെ പഠിപ്പും വിവരമുള്ളവരല്ലേ? നിങ്ങള് നസീമാനെ ഒഴിവാക്കരുത്. ഓള് പാവ. എല്ലാം കഴിഞ്ഞില്ലേ അബ്ദു? എല്ലാരും കൂടി കണക്ക് തീർത്തില്ലേ? ഇനി തീരൂല. നിങ്ങൾ തമ്മിലുള്ള ഇടപാട് ഇനി പടച്ചോൻ തീർത്താലും തീരൂല. നസീമാന്റെ വയറ്റില് നിങ്ങളുടെ കുട്ടി വളരുന്നുണ്ട്. അബ്ദു പറയും, ആ കുട്ടിയും നിങ്ങൾ തമ്മിലുള്ള ഇടപാട് തീർത്താ തീരുമോ? ഒഴിവാക്കരുത്. പടച്ചോനെ വിചാരിച്ച് ഓളെ ഒഴിവാക്കരുത്. എല്ലാം ഞാൻ കേട്ടു. ആര് കേട്ടിട്ടും ഇനി കാര്യമുണ്ട് മോളെ. ഒന്നും പറയണ്ട, ഇത്താനെ കൊണ്ടുവരണം. ഞാനും നീ വാശിച്ചുകൊണ്ട് മാത്രം മൊഴി അയച്ചില്ലേ? കൊടുക്കാനുള്ള സ്വർണവും പണവും കൊടുത്തയച്ചു ബാപ്പ. പ്രായമായ വഴക്കും വക്കാണത്തിനും ആളായിട്ട് ഇക്കാക്കയും കൂട്ടുന്നിട്ടല്ലേ? ഈ കുടുംബത്തോട് അവര് ചെയ്തതോ? അനക്ക് പറഞ്ഞുറച്ച കല്യാണം പണത്തിന്റെ അഹങ്കാരം കൊണ്ടല്ലേ നസീമന്റെ ബാപ്പ മുടക്കിയത്? അയാൾ കെട്ടാൻ വന്നത് എന്നെ ആയിരുന്നില്ല, ബാപ്പ കൊടുക്കാന്ന് പറഞ്ഞ പണത്തെ ആയിരുന്നു. പോയെങ്കിൽ പോട്ടെ. അതുപോലെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം. എനിക്ക് എന്റെ നസീമാത്താനെ വേണം. ഇക്കാക്കയ്ക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ വേണം. കൊണ്ടുവരണം. ഇക്കാക്ക പോയി കൊണ്ടുവരണം. നിങ്ങൾക്ക് മക്കളുണ്ടായി കാണാൻ നിങ്ങളെക്കാളും ഉമ്മയും ബാപ്പയും ആശിച്ചു. പക്ഷേങ്കില് കൊള്ളാനും കൊടുക്കാനും വയ്യാതെ കുടുങ്ങിയല്ലോ എന്റെ ബദരിങ്ങളെ. ഉമ്മ, എന്താ മോനെ? വെച്ച് താമസിപ്പിച്ച് പെറ്റുപോറ്റാനാണോ ഉദ്ദേശം? എനിക്ക് പരിചയമുള്ള നല്ലൊരു ലേഡി ഡോക്ടറുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഓള് സമ്മതിക്കുന്നു. സമ്മതിച്ചേ പറ്റൂ. പുറത്ത് മനുഷ്യരറിയും. ഈ വീടിനും കുടുംബത്തിനും പേരുദോഷമുണ്ടായാൽ അതിന്റെ നാണക്കേട് എനിക്കൂടിയാ. എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. അത് ഉമ്മാന്റെ സാമർഥ്യം. മോനെ, പെറ്റ തള്ളയല്ലേ ഞാൻ. മൊയ്ചൊല്ലി വിട്ടവന്റെ കുഞ്ഞിനെ പ്രസവിച്ച് മുടക്കാച്ചരക്കായി കാലാകാലം നസീമയുടെ കഴിയണമെന്നാണോ? പൊന്നുമോളെ, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ നിൽക്കല്ലേ. ഇപ്പം കൈകി തുടച്ചാ പോണ കറിയെ പറ്റിയിട്ടുള്ളൂ. നസീമ, നാളെ ഒരു പുരുഷന്റെ കൂടെ കുടുംബമായിട്ട് നിനക്കും ജീവിക്കണ്ടേ? കെട്ടി ഒഴിഞ്ഞവന്റെ കുട്ടീനെ ഏറ്റെടുക്കാൻ തറവാട്ടി പറഞ്ഞ ഒരുത്തിനും കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഏറ്റെടുക്കണ്ട, ആരും ഏറ്റെടുക്കണ്ട. നസീമ, ഉമ്മ പറയുന്നത് അനുസരിക്ക്. ബാപ്പയില്ലാത്തൊരു കുട്ടി ഈ വീട്ടില്. എന്റെ കുട്ടിക്ക് ബാപ്പയുണ്ട്. എന്റെ കുട്ടിക്ക് ബാപ്പയുണ്ട്. ഞങ്ങളൊക്കെ മാനം കെടുത്തിട്ട് ഈ അടങ്ങുള്ളില്ലേ?
അത് എന്നോട് അനുസരിക്കണം. എല്ലാവർക്കും പറയാനുള്ളത് ആ അതന്നെ. ഇല്ല, ഞാനത് ചെയ്യില്ല പാപ്പ, ചെയ്യില്ല. നസീമ, മാഞ്ഞാളം കൊഞ്ചാനുള്ള നേരല്ലത്. മനുഷ്യന്റെ ഇടയിൽ മാനം കെടാൻ എനിക്ക് പറ്റൂല. മാനോ മാനക്കേടൊക്കെ എല്ലാരും നോക്കിയുള്ളൂ. മനസ്സിന്റെ വേദന പഠിച്ചും പോലും കാണുന്നില്ല. പാപ്പാന്റെ വാക്കും കേട്ട് ഗർഭിണിയായ എന്നെ മൊയ്യൊല്ലി അയച്ച ആ നട്ടിലില്ലാത്തതിനെ ഓർത്തിട്ടാ ഈ വേദനപ്പെടുന്നത്? ഒന്ന് മനസ്സിലായിക്കോ, ഓന്റെ കുട്ടി ഈ പൊരേന്റെ അകത്ത് പിറക്കാൻ പോണില്ല. ഒന്ന് മനസ്സിലായിക്കോ, ഓന്റെ കുട്ടി ഈ പൊരേന്റെ അകത്ത് പിറക്കാൻ പോണില്ല. എന്തേ ഉമ്മ, ഞാൻ ഉമ്മാ ബാപ്പാന്നൊന്നും വിളിക്കണ്ട. എന്തിനിവിടെ കയറി ഒന്ന്? നസീമാനെ ഒന്ന് കാണാൻ. എന്തിന്? എന്റെ കൂടെ ഓരോന്ന് ചോദിക്കാൻ. ജമാലെ, മുന്തിയ മുന്തിയ ഭക്ഷണ സാധനങ്ങൾ വിളമ്പി തന്ന കയ്യില് ചൂലരക്കും വെച്ചിരി. നസീമ, ഔത്ത് പോ. നസീമ, നസീമ, എല്ലാം കേട്ടു. വന്നത് കൂടെ വരാൻ തയ്യാറാണെങ്കിൽ അന്നെ കൊണ്ടുപോവാൻ. ഇന്നല്ല, നിങ്ങളെ കുട്ടിക്കും വേണ്ടി. അതിനി ജനിക്കൂല. അന്വേഷിച്ചിങ്ങോട്ട് വരണ്ട. നസീമ, ഞാൻ അറിയാതെ സമ്മതിച്ചു പോയി. ബാപ്പാന്റെ നിർബന്ധത്തിന് എന്നോട് പൊറുക്കില്ല നസീമ. നിങ്ങളോട് പഠിച്ചു പൊറുക്കട്ടെ. നസീമ, ആ എന്തേ നസീമാനെ നസീമനെ ഒന്ന് കാണാൻ. അപ്പാന്റെ വാക്ക് കേട്ട് ഇറങ്ങിപ്പോയതല്ലേ? ആ കാലിഞ്ചി ഈ പൊരേന്റെ അകത്ത് കുത്തരുത്. ഒന്ന് മോനെ, കെട്ടറിയ കുലുമാല് കുത്തിപ്പൊക്കാൻ അന്നപ്പ എന്തിനങ്ങോട്ട് കൊണ്ടുവന്നേ? എന്തു പറഞ്ഞാലും കേൾക്കാൻ തയ്യാറായിട്ടാ ഞാൻ വന്നത്. പുണ്യപ്പെട്ട മക്കത്ത് പോയി 5 ഹജ്ജ് ചെയ്ത മൊയ്തീൻ കോയ ഹാജിന്റെ പെരയാണ്. ഇവിടെ അന്നെ പോലെ ഒരുത്തിന് ഒരിക്കലും വരാൻ പാടില്ല. മൊഴി അയക്കുമ്പോ നസീമ ഗർഭിണിയാണെന്ന് പടച്ചോനാണ് എനിക്കറിയില്ലായിരുന്നു. പള്ളിയും പള്ളിക്കമ്മറ്റിയും കയ്യിലുള്ളതുകൊണ്ട് എന്ത് തോന്നിയാസോ ആകാമെന്ന് ഉളുപ്പില്ലാത്ത എന്റെ തന്തയെ ഹറാം പറഞ്ഞ ഈയും വിചാരിച്ചല്ലേ? പറഞ്ഞു കിടക്കാൻ പഴയ തറവാടിന്റെ കിസ്സേ ഉള്ളൂ എന്റെ തന്തക്ക്. അതല്ല ഞാൻ. ഏറെ വൈകാണ്ട് ഫക്രൂദ്ദീനെ പിടിച്ചിറക്കി ഈ മൊയ്തീൻ കോയ ഹാജി ഇരിക്കും പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ട്. എന്റെ ബാപ്പ ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനത്തെ പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റൂല? പറ്റൂല. കുട്ടിമോസേ, ഓ, മൊയ് വലിയ പെണ്ണിന്റെ പുറകെ കയറി വരാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. ഹറാമാണ്. എന്താണ് ഹറാമാണ് എന്ന്. അതാണ് ശരവൻ ശരീരത്ത് എന്താണെന്നറിയാൻ വയ്യാത്ത ഹിമാറോട് ഇറങ്ങി പോകാൻ പറയും. ഓന്റെ ബാപ്പാക്കുള്ളത് പിന്നെ കൊടുത്തോളാം. ഞാനൊന്ന് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആയിക്കോട്ടെ. ആയില്ലെങ്കിലോ? ആയില്ലെങ്കി എന്റെ പെരയില് സൈക്കിളുമ്മ മീനും കൊണ്ടുവരും ഈ മൊയ്തീൻ കോയ ഹാജി. നസീമ അവിടെ ഉണ്ടാവും, വന്ന് കൂട്ടിക്കൊണ്ട് പൊയ്ക്കാളി. വാക്കാണോ? റബ്ബുൽ-ആലമീനായ തമ്പുരാനാണ് ഇത് ബാക്കാണ്. ഞാൻ വരും നസീമാനെ കൊണ്ടുപോവാൻ.
ജമാലെ, വല്ലകത്തെ തറവാട്ട് നിന്നോളാരും കൈയിട്ട് ഇറക്കാൻ പോയിട്ടില്ല. ഈ ആയിട്ട് ഈ തറവാട്ടിന് മാനക്കരുണ്ടാക്കരുതെന്ന് മനസ്സിലായ? ഈ മൊയ്തീൻ കോയാജിന്റെ പുറയിൽ പോയോന്ന്? പോയി. എന്തിന്? ഓന്റെ കാല് പിടിക്കാനാ? അല്ല, പിന്നെ ഈ എന്തിനാ പടി ചവിട്ടിനാ ചോദിച്ചേ? നസീമാനെ കാണാൻ വിളിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ. ജവാനെ, നാണക്കേട് ചെയ്തു വന്നിട്ട് ഇതിനോട് പ്രസംഗിക്കണ. ആ പൊരയായിട്ട് എനക്ക് എന്താണ് ബന്ധം? നസീമന്റെ ആരാ? നസീമ ആരാന്ന് അള്ളാനെ സാക്ഷി നിർത്തി സമുദായത്തിലെ മാന്യന്മാരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിക്കാഹിത് എന്റെ പെണ്ണ്. പരാതിയും പരിഭവവും ഇല്ലാതെ ഈ വീട്ടിൽ എന്നോടൊപ്പം ജീവിച്ച് ഇങ്ങൊക്കെ വെച്ചു വിളമ്പിത്തുന്ന എന്റെ ഭാര്യ. തലാക്ക് ചൊല്ലി ഇടപാട് തീർത്ത് പിരിഞ്ഞാ പിന്നെ അതൊരന്യ പെണ്ണ. കെട്ടിയോളാണെന്നുള്ള വിചാരത്തിൽ ഇഞ്ഞോളെ കാണാൻ പോണത് ഒരു മുസൽമാന് ചേർന്ന പണിയല്ല. മുസൽമാൻ ആരോ തമ്മിലുള്ള വാശിക്ക് കെട്ടിയ പെണ്ണെ തുലാക്ക് ചൊല്ലി അയച്ച ഞാനോ? അള്ളേ റസൂലും പൊറുക്കാത്ത പാപം ചെയ്തിട്ട് പള്ളിയിൽ കയറി ഇരുന്നാല് ഞാൻ ചെയ്തു പോയ തെറ്റല്ലാതാവൂ? നിങ്ങൾ തമ്മിൽ മത്സരിച്ചപ്പോ തോറ്റത് ഞങ്ങളാ, ഞാനും എന്റെ നസീമയും. അന്റെ ജമാൽ വന്നീനല്ലേ? വന്നിരുന്നു. ഞാൻ പോയി കണ്ട് എല്ലാ വിവരവും പറഞ്ഞു. എന്നാ എന്നെ കൊണ്ടുപോവാ? പോയാ പിന്നെ ഈ അബ്ദുഖാൻ ഈ ഓർക്കോ? പോവില്ല അബ്ദുക്ക. നസീമ ഇനി എങ്ങും പോവില്ല. നസീമ, നസീമ, സോറി റഫി, നിങ്ങളല്ലേ നേരത്തെ ഫോൺ ചെയ്തത്? അതെ, ഡോക്ടർ മേഴ്സി. അറിയാം. വർക്ക്സൈഡിൽ അന്വേഷിച്ചു, അവിടെ കണ്ടില്ല. പുള്ളിക്കാരൻ എവിടെ പോയി? 2 ദിവസം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ടെന്ന്. ആ, ചിലപ്പോ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ പോയൊരു അജ്ഞാതവാസം ഉണ്ട് കക്ഷിക്ക്. നമ്പർ അറിയോ അവിടുത്തെ? അറിയില്ല. ആ, പേഴ്സണൽ ടെലിഫോൺ നമ്പേഴ്സ് എഴുതി വെക്കുന്ന ഡയറി ഉണ്ട് പുള്ളിയുടെ, അതിൽ കാണും. ഒന്ന് വിളിച്ചു കിട്ടിയാ ഉപകാരമായിരുന്നു. എന്തിനാ? നേരിട്ട് അങ്ങോട്ട് പോയാ പോരെ? വഴി കൃത്യമായിട്ട് അറിയാതിരിക്കുമല്ലോ ഡോക്ടർക്ക്. അതാണ് 2 പേർക്ക് സൗകര്യം. മിസസ് റഫീഖ് എന്താ ഇങ്ങനെയൊക്കെ? അയാളുടെ കെട്ടികളായി പോയതുകൊണ്ട് നിങ്ങൾ അല്പം മാന്യമായിട്ട് സംസാരിക്കണം. എന്നെ മാന്യത പഠിപ്പിക്കാൻ ഡോക്ടർ ഇവിടെ വരണമെന്നില്ല. കൊണ്ണിക്കണ്ട അഴിഞ്ഞാട്ടക്കാരികളൊക്കെ ഭർത്താവിനെ അന്വേഷിച്ച് വരുമ്പോ അവരെ സൽക്കരിച്ച് സന്തോഷിപ്പിക്കാൻ ലോകത്തൊരു പെണ്ണിനും കഴിയൂല. കൊണ്ടുപോടിയാത്ത്. സൽക്കരിക്കണമടി. എന്നെ അന്വേഷിച്ച് എന്റെ വീട്ടിൽ വരുന്ന ആരായാലും നീ അവരെ സൽക്കരിക്കണം. എന്തേ സൗകര്യപ്പെടില്ലേ? ഇല്ല, നിങ്ങളുടെ വെപ്പാട്ടികൾക്ക് കിടക്ക വിരിച്ചു കൊടുക്കാൻ ഞാൻ ഇവിടുത്തെ വേലക്കാരിയല്ല. ശക്കില്ല. ഒച്ചയിട്ട് പേടിപ്പിക്കണ്ട. നിങ്ങൾ ചോദിച്ചിലധികം പണവും തന്നിട്ടാ ഇന്ന് നിങ്ങളോട് പറഞ്ഞയച്ചത്. ആഹാ, നിന്റെ തന്ത കാശ് തന്നെങ്കിലേ അത് ധർമ്മമായിട്ടൊന്നുമല്ല. സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരുത്തന്റെ കൂടെ 6-7 കൊല്ലം ജീവിച്ച മോള് ചെലവാകാത്ത ഒരു ചരക്കായി വീട്ടിൽ കടന്നപ്പോ ആ ഒന്ന് ചെലവാക്കാൻ മാനം നേടാം. അനുസരിപ്പിച്ചേ നീ പഠിച്ചിട്ടുള്ളൂ. അനുസരിച്ച് ശീലമില്ല കേട്ടാ. കണ്ട അഴിഞ്ഞാട്ട് കരികൾക്ക് വേണ്ടി എന്നെ അനുസരിപ്പിക്കാൻ വരണ്ട. ഷക്കില. ആ, ഷക്കില തന്നെ. കുറെ ഞാനിത് കാണുന്നു. ഇനി അവൾ ഇവിടെ കയറി വന്നാ ചെരുപ്പൂരി അടിക്കും ഞാൻ. പണത്തെ
പണത്തിന്റെ തിമിർപ്പാണെങ്കില് അത് അവിടെ നിന്റെ വീട്ടില്, ഇവിടെ നടക്കൂല. ആ പൊട്ടനെ കണ്ടുകൊണ്ട് എന്നെ കണ്ടാലേ വെച്ചോണ്ടിരിക്കൂല റഫീക്ക്. ഒറ്റയ്ക്ക് റഫീഖോടെ മതിയായി. അയാളൊപ്പമുള്ള ജീവിതം എനിക്ക് മതിയായി. അന്നെ ഓന്റെ കൂടെ നിക്കാതെ കഴിക്കാൻ ഞാൻ കേട്ട ചീത്തപ്പേര് എത്രന്നറിയോ? കാലാകാലത്തും അന്യം തലക്കേറ്റ് നടന്നാ പോരെനിക്ക്. അയാളൊരു മനുഷ്യനല്ലുമ്മ. രാത്രി എന്നെ ഒരുപാട് തല്ലി. അപ്പൊ തന്നെ കാറും എടുത്തു പോയി. ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാ ഇങ്ങോട്ട് ഇറങ്ങി പോന്നല്ലേ? കെട്ടിയോന്റെ കൈ കൊണ്ട് തല്ലുകൊണ്ടെങ്കിലേ അത് പെണ്ണിന്റെ സ്വഭാവ ഗുണം കൊണ്ടാ. ഒരുമ്പട്ടോള് പറയുമ്പോ ഈ മുറ്റത്ത് കണ്ടുപോരുത്. അയ്യോ കയറോ. എന്തായി കാണിച്ചത്? നാട്ടുകാരുടെ ഇടയില് പാപ്പാക്ക് മാനക്കേട് ഉണ്ടാക്കുകയാണോ? പിച്ചേരി ഷക്കീലാനെ ഇവിടെ കണ്ട സർവണത്തിനെ കൈ കാലം ഞാൻ വെട്ടും. പണിയോടോ. ഒന്നും രണ്ടും പറയുമ്പോ ഒരാവേശന് ഇങ്ങോട്ട് ഇറങ്ങി പോന്നാ ഇനി ഒരാവേശന് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ പെൺകുട്ടിയേക്ക്? കെട്ടിയോന്റെ കാലടിച്ചോട്ടില്ല പെണ്ണിന്റെ സ്വർഗം. ഇത്താത്ത ഒന്ന് സന്തോഷിച്ചു കാണാൻ എത്ര ആള് കണ്ണീര് കുടിച്ചെന്നറിയോ? ഇപ്പോഴും അത് പറ്റിയിട്ടില്ല. കടവത്തെ കാവൽപ്പുരയിലും പള്ളിയിലും ആ കണ്ണീര് വീഴുന്നുണ്ട്. ഇവിടെ ഷക്കീല, ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഷക്കീലന്റെ ഒപ്പം. വേണ്ട, എന്റെ കെട്ടിയനാണെന്നും പറഞ്ഞ് ഇനി മുറി വരരുത്. എന്റെ ഷക്കീലാനെ
ഞാൻ മൊഴി ചൊല്ലൂല. അബ്ദുവിന് പഠിച്ചോനൊക്കെ ഇഷ്ടം എന്റെ ഷക്കീലാണ്. കുട്ടിമൂസേ, ഈരി മുറിച്ച മയ്യത്താണ്, വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. മയ്യത്തെടുക്കാൻ പോവാ. കാണാത്തവരാരെങ്കിലും വന്ന് കണ്ടോളി. റബ്ബ് തന്ന റൂഹ് സമയമാകുമ്പോ ഓൻ തന്നെ തിരിച്ചെടുക്കും. നമ്മൾ അടിയാന്റെ അടുത്തല്ലേ കണക്ക് തെറ്റുള്ളൂ. എന്നാലും ഇത്ര ഇങ്ങോട്ട് വിചാരിച്ചില്ല. മരിച്ചുപോയതിന്റെ സങ്കടം കുറെ കരഞ്ഞാലെങ്കിലും തീരും. മാനം കെട്ടല്ലോടോ. അതെന്ത്? നസീമാന്റെ കാര്യം വാക്ക് പറഞ്ഞല്ലേ, എന്ത് ചെയ്യും? ഒരു വസ്തു ചെയ്യാനില്ല, വേഗം അങ്ങോട്ട് കൂട്ടി ഏൽപ്പിച്ചു കൊടുക്കന്നെ. കമ്മിറ്റി മെമ്പർമാരെ വില കൊടുത്ത് വാങ്ങിയിട്ടെങ്കിലും പ്രസിഡന്റ് ആകുമെന്ന് വിചാരിച്ചു. അൻപോടെ അടുത്ത് പറഞ്ഞില്ലേ മാങ്ങന്റെ പുളി? ഞാൻ അന്നേ പറഞ്ഞതാണ് കണ്ണ് കണ്ട് അതും ഇതും വിളിച്ചു പറയണ്ടാന്ന്. അല്ല, അത് പെങ്ങളും പറഞ്ഞിട്ട് പലല്ലാന്ന് കൂട്ടിക്കോളെ. ഫക്രുദ്ദീൻ ഹാജിനെ ആജീവനാന്തം പ്രസിഡന്റായിട്ട് പണ്ടേ തെരഞ്ഞെടുത്തതാണെന്ന് പടച്ചോനിക്കല്ലാണ്ട് ആർക്കറിയും? പടച്ചോനല്ലോ തെരഞ്ഞെടുത്തത്. ഈ മഹലിലെ കുറെ പറയിപ്പിക്കണ്ടേ. പള്ളിക്ക് സ്ഥലം കൊടുത്തതും പള്ളി എടുപ്പിച്ചതും മൂപ്പരാണല്ലോ. സ്വാലിയായ അമലുമാണ്. അതുകൊണ്ട് മൂപ്പർ ഉള്ള കാലം വരെ പ്രസിഡന്റ് മൂപ്പർ തന്നെയാണ് അന്നത്തെ കമ്മിറ്റിക്കാരെ ഇത് റെക്കോർഡാക്കി. അതൊരു തെറ്റല്ലല്ലോ. ഇങ്ങനെ അലാക്കുള്ള ഓരോ അനക്ക് നേരത്തെ അറിയില്ല. അതിന് ഞമ്മക്ക് രണ്ടാക്കും വെള്ളിയനാളും വെള്ളിയാഴ്ച ഒന്നിച്ച് വന്നാൽ തന്നെ പള്ളിക്ക് ഒരു നല്ല ശീലം ഉണ്ടോ? അത് വിട്. പറഞ്ഞ വാക്കിന് ജമാല് വന്നാ നിങ്ങൾ ഈ വാശി വിടീന്ന്. നസീമാന്റെ മനസ്സിലിപ്പം നിറച്ചും ജമാലാണ്. ചെറുപ്പക്കാര് കുട്ടികളാണ്. തുമ്പിനെ വേണമെന്ന് പറഞ്ഞാൽ പകരം ദുനിയാവ് മുഴുവൻ കുപ്പിയിലാക്കി കൊടുത്താലും ഓൽക്ക് തീർപ്പതിയാവില്ല. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി ഇത് നിങ്ങൾ അങ്ങോട്ട് നടത്തി കൊടുക്കി. ഷക്കീലാന്റെ കാര്യത്തിൽ തന്നെ വന്ന നഷ്ടം ഇനിയിപ്പോ തീർത്താ തീരുവോ? ഇക്കന്റെ സ്വത്തിനും മുതലിനൊക്കെ അവകാശമായിട്ട് ഓളൊന്നല്ലേ ഇനി ഉള്ളൂ. ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. വലിയകത്തേക്ക് നമ്മൾ മീനും കൊണ്ട് പോണം. കുട്ടികളുടെ സന്തോഷം എന്താ വെച്ചാ അതിന് എന്റെയും സന്തോഷം. പക്ഷെ ഇത് ഒന്നുമില്ല. വലിയ ആളും ബഹളും ഒന്നുമില്ലാതെ ജമാല് പോയി ഓളം കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാ, അത്ര തന്നെ. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാവുന്ന സമയമൊക്കെ താമസിച്ചു പോയില്ലേ? ഞമ്മടെ വിധിപ്രകാരം ഇനിയൊരു നിക്കാഹ് കഴിക്കാതെ അതിന് പറ്റൂലല്ലോ. നസീമാനെ മറ്റാരെങ്കിലും കെട്ടി അയാളും സ്വമനസാല ഒഴിഞ്ഞെങ്കിലല്ലേ ജമാലിനോളെ രണ്ടാമത് നിക്കാഹ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാപ്പോ വലിയ കാര്യം. ആരെങ്കിലും ഒരുത്തനെ പിടിച്ച് ചടങ്ങ് നിർത്തിച്ച് ഒരു ഇടക്കിട്ടിടിച്ച് ഓനിക്ക് എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കി ഒരു റെക്കോർഡ് ഉണ്ടാക്കിച്ചാ പോരെ? പടച്ചോൻ വെറുത്ത
ഒരേർപ്പാടാത്. പടച്ചോൻ പുറത്തോളും, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. ആ ഇപ്പൊ പൊരയിലേക്ക് ഞാൻ പോരുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇടക്കെട്ട് കെട്ടാനും ചടങ്ങ് നിൽക്കാനും ഒക്കെ ഇക്കാലത്ത് ആളെ കിട്ടുമോ? മെമ്പർ കുട്ടിമൂസ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ട് അതേ ഒരു ബൈ കാണുന്നുള്ളൂ. ഞമ്മളെ അബ്ദുനെ വിളിച്ച ഒന്നും വന്നോളൂ. വേണ്ട വേണ്ടാന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യം നടക്കണ്ടേ? ഞാൻ ഒരു പേരില് എന്റെ കുട്ടി കഷ്ടപ്പെടണോ? എന്തായാലും അത് നടക്കൂല. ഒരിക്കൽ പറഞ്ഞു വിട്ടതല്ലേ, ഇനി വിളിച്ചാവും വരുമെന്ന്. ആ തോണിക്കാരൻ സേതുക്കാനെ കൊണ്ട് പറയിപ്പിച്ചാല് കാര്യം നടക്കുന്ന മെമ്പർ പറഞ്ഞ്. നമ്മള് തീറ്റിപ്പോറ്റി വളർത്തിയല്ലേ, ഓൻ വരാതിരിക്കൂല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഈ വൈക്ക് അറിയാലോ എന്റെ സ്ഥിതി. ഒന്നിനെ കൊണ്ടുപോയി മണ്ണിൽ വെച്ച്. കണക്ക് പടപ്പുകൾക്കേ തെറ്റുള്ളൂ, പടച്ചോന് തെറ്റൂല. ആചാരെ വിതച്ചത് കൊയ്യ. അള്ളാനോട് മാപ്പിനെ തേട്. ആട്ടെ, വന്ന കാര്യം പറഞ്ഞില്ല. ഫക്രുദ്ദീൻ ആജിന്റെ മോനും എന്റെ നസീമും തമ്മിലുള്ള നിക്കാഹ് നടക്കണം. സൈദക്ക. തോന്നുമ്പോ കൊടുക്കാനും എടുക്കാനും പറ്റുന്ന ഒരു കച്ചവടം അല്ലല്ല നിക്കാഹും തലാക്കും അല്ല. ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാ വന്നേ. എന്റെ കുട്ടി ജീവിക്കണം. ഒരിടക്കെട്ട് നടന്നില്ലെങ്കിൽ ഇനി നസീമാന് ജമാലിന് നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പറ്റൂല. അതിന് ഇക്കാലത്ത് ഒരാളെ കിട്ടൂ. ഒരാളുണ്ട്, നിങ്ങൾ പറഞ്ഞാ കേക്കും. ആരത്? അബ്ദു. അബ്ദുവോ? ചടങ്ങ് നിൽക്കാനോ? നിങ്ങൾക്കിത് പറയാൻ മനസ്സ് വന്നല്ലോ. ചടങ്ങ് നിൽക്കുന്നവരും നിർത്തുന്നവരും അള്ളാഹുവിന്റെ മുമ്പിൽ ശപിക്കപ്പെട്ടവരാണെന്നാണ് നബി തിരുമേനി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിപ്പോ ഓനോടൊന്ന് പറയോ? ഒരു കാലത്ത് ആശയും പൂതിയും കൊടുത്ത് വളർത്തി അവസാനം നിങ്ങൾ തന്നെ ഓട്ടമുക്കാല് പോലെ വലിച്ചെറിഞ്ഞ ആ പാവത്തിനെ കൊണ്ട് തന്നെ വേണം ഈ ശപിക്കപ്പെട്ട ജോലി ചെയ്യിക്കാൻ. ഈ മണപ്പുറത്ത് പണ്ട് വീടിയും വലിച്ച് ഇങ്ങളെ കൂടെ മാനം നോക്കി കിടന്ന പഴയ മൊയ്തീൻ കോയ വീണെടുത്ത് കിടന്ന് കൈനീട്ടുകയാണ്. എന്നെ ചവിട്ടിത്തേക്കരുത്. നമ്മള് പോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അള്ളാഹു വെറുത്ത കാര്യം. പക്ഷേങ്കില് ഇജ്ജത് ചെയ്ത ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കിട്ടും മോനെ. സഹിക്കാം മോനെ. അവനവന്റെ കഷ്ടവും നഷ്ടവും മറന്ന് മറ്റുള്ളവന്റെ കണ്ണീരൊപ്പാനാണ് അള്ളയും റസൂലും പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഇജി കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ആജി അടുക്ക് ഞാൻ വാക്ക് കൊടുത്തത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
ഷക്കീല, അബ്ദുവിന് ആരോടും ചോദിക്കാനില്ല. അന്നോടല്ലാതെ. നാളെ പോവാ നസീമാനെ കിടക്കട്ട് കെട്ടാൻ. ഓളും കൂടി ഇവിടെ വന്ന് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. പടച്ചും പുറത്തോളും. വരുന്നുണ്ട്. വാ വാന്ന് ഇതുകൊണ്ട് മാറ്റി വാ. കുടിക്കുന്നു ചെല്ല്. എന്റെ മകൾ നസീമ എന്നവളെ എന്റെ മകൾ നസീമ എന്നവളെ 1 പവൻ സ്വർണവള മഹറിന് പകരമായി 1 പവൻ സ്വർണവള മഹറിന് പകരമായി അബ്ദു എന്നവർക്ക് അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഇണയാക്കി തുണയാക്കി ഹലാലായ ഭാര്യയാക്കി പൊരുത്തപ്പെട്ട് നിക്കാഹ് ചെയ്തു തരുന്നു. ഇണയാക്കി തുണയാക്കി ഹലാലായ ഭാര്യയാക്കി പൊരുത്തപ്പെട്ട് നിക്കാഹ് ചെയ്തു തരുന്നു. ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. എന്നാ വേണ്ടത്? മൊയ്ച്ചൊല്ലി ഒഴിയേ. ദിവസം എന്നെ അറിയിച്ചോളാം.
അവനെത്തി, നീ നേരം കളയണ്ട. ആ വാ, കേറി വാ. വേവ് ഇത്തിരി കുറവാ. ആ അപ്പോളേ നെയ്ച്ചോറും കൂട്ടാനൊക്കെ തെല്ല് വെക്കായിക്കോട്ടെ. മൊയ്യ് ഒപ്പിട്ട് വാങ്ങി ഉടനെ മൂല്യർക്കും കൂട്ടർക്കും പോകേണ്ടതാ. നസീമാനെ ഈ മൊയ്യൽ ഈ നാരിക്കാലിലൊന്ന് എഴുതി ഒപ്പിട്ടാളാ. ഒപ്പിട്. റെക്കാർഡിൽ ഒപ്പിട്. നേരം കളയണ്ട, ഒപ്പിട്ട് വയ്ക്കോ. മോനെ കാത്തിക്കാണോരൊക്കെ വേഗം ഒപ്പിട്ടൂട്. അന്നോടാ പറഞ്ഞേ. പഠിച്ചോന്ന് വിചാരിച്ച് ഈ പറയുന്നത് അനുസരിച്ച് അബ്ദു. ഒപ്പിടൂല. അബ്ദോ, ഒപ്പിട്ട് പോവാണ് എനിക്ക് നല്ലത്. ഞാൻ ഒപ്പിടൂല. ആഹാ. കൊല്ലും ഞാൻ. നീ കേട്ട ഹിമാറേ, നിന്നെ മാനം കെടുത്ത കൊല്ലും ഞാൻ. ഞാനാ പറഞ്ഞ എന്റെ മൊഴി ചൊല്ലരുന്ന്. നിങ്ങളെല്ലാരും ഇവിടെ തച്ചു വന്നാലും എന്റെ കെട്ടി എന്റെ മൊഴി ചൊല്ലൂല്ല. അന്റെ പാപ്പയാണ് പറയണത്. മൊയ്തീൻ കോയ ചൊല്ലിക്കും, ഇല്ലെങ്കിൽ കൊന്ന് കുഴിച്ചു കൊടുക്കണ്ടേ. അള്ളാന്റെ റസൂലിനെ സാക്ഷി നിർത്തി നീ നിക്കാഹ് ചെയ്ത് ഹലാലായി എന്റെ കെട്ടിനാണിത്. നീ ഞങ്ങളെ വേർപെടുത്താൻ അള്ളാനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. വരുമ്പോട്ടോളാ ഈ പറഞ്ഞാലേ അവൻ ഒപ്പിടുള്ളൂ. പറയേ എന്നിട്ട് എന്തിനാ ആരുടെയൊക്കെ വാശിക്ക് നിന്നു കൊടുത്ത് ഒരിക്കൽ എന്റെ മൊഴി ചൊല്ലിയച്ഛന്റെ കെട്ടിയോളാകാനോ? നിങ്ങൾക്കൊക്കെ തോന്നുമ്പോ നിക്കാഹിന് തലാക്കിൽ നിന്നാരെ കിട്ടൂല. അല്ലേ എന്താണ് മാനം കെടുത്തിയ കൊല്ലും ഞാൻ. കൊല്ലും. ഒപ്പിടാ, ഒപ്പിടാ നായിന്റെ മോനെ. വേണ്ടേ കാക്ക, മരിക്കണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. വിടൂല, ഞാൻ വിടൂല. ഇതാന്താണ് ഹിമാറ്. പിടിച്ചു മാറ്റ്. എന്താ കാണിച്ചു? കൊണ്ടുപോകാൻ മുമ്പിൽ നിങ്ങൾ എന്തായി കാണിക്കണോ? വേണ്ട, തല്ലണ്ട. അടുത്ത് വരരുത്, അടുത്ത് വരരുത്. കൊല്ലും. അബ്ദു എല്ലാരെയും കൊല്ലും.
അബ്ദു കൊല്ലും, എല്ലാരെയും കൊല്ലും. അല്ലാ, അല്ലാ. Allah